ഹോപ്സ് ഓഫ് ടോക്സിന്റെ 9ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതൊരു ഫ്രീ സെഷനാണ്. എല്ലാ വെള്ളിയാഴ്ചയും നടന്നു വരാറുള്ള സെഷനാണ്. തുടക്കത്തിൽ അത് ചൊവ്വാഴ്ചയായിരുന്നു. പിന്നെ ചില പാർട്ടിസിപ്പൻസിന്റെ ഒക്കെ ഒരു അഭിപ്രായ പ്രകാരം വെള്ളിയാഴ്ചയിലേക്ക് മാറ്റി. ഇപ്പൊ എല്ലാ വെള്ളിയാഴ്ചയും രാത്രി 8:30 നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാറുള്ളത്. ഇപ്പൊ നിസ്കാര സമയം കൂടി പരിഗണിച്ചൊരു 5-10 മിനിറ്റ് നമ്മൾ വൈകിക്കാറുണ്ട്. എന്നിരുന്നാലും ഓരോ ആഴ്ചയിലും വ്യത്യസ്ത വിഷയങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുകയും അതിന് ആർക്കെങ്കിലും സംസാരിക്കാനോ സംശയങ്ങൾ ചോദിക്കാനോ ഒക്കെ ഉണ്ടെങ്കിൽ അതിനുള്ള അവസരം നമ്മൾ നൽകാറുണ്ട്. ആർക്കും എന്തും സംസാരിക്കാൻ പറ്റുന്ന, മാന്യമായ എന്ത് കാര്യവും സംസാരിക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം കൂടിയാണ് കേട്ടോ. സോ യു ക്യാൻ ഷെയർ യുവർ ഒപ്പീനിയൻസ്. നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും എതിരഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ അറിയിക്കുകയും ചെയ്യാം. തികച്ചും സൗജന്യമായിട്ടാണ് ഈ ഒരു സെഷൻ നൽകുന്നത്. നിങ്ങൾക്ക് എല്ലാ ആഴ്ചയും ഇതിൽ പങ്കെടുക്കുകയും ചെയ്യാം. വേറെ ഹിഡൻ അജണ്ടകളൊന്നും ഇതിന്റെ പുറകിലില്ല എന്നുള്ളത് കൂടി ഒന്ന് ഉറപ്പുവരുത്തുകയാണ്. സോ ഞാൻ എന്റെ വിഷയത്തിലേക്ക് വരാം. പാരന്റിങ് ആണ്. പാരന്റിങ്ങിന്റെ ഒരു സീരീസിന്റെ ആദ്യത്തെ സെഷനാണ് ഇന്ന് ഞാൻ കൈകാര്യം ചെയ്യുന്നത്. ഇതിൽ വന്നിരിക്കുന്ന പാരന്റ്സ് ആയിട്ടുള്ള ആളുകൾ അല്ലാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ബോക്സിൽ ഒന്ന് ടൈപ്പ് ചെയ്യോ. ഞാൻ പാരന്റ് അല്ല എന്നുണ്ടെങ്കിൽ നോ എന്ന് ടൈപ്പ് ചെയ്യുക. പാരന്റ് ആണെങ്കിൽ ഒന്ന് യെസ് എന്ന് ടൈപ്പ് ചെയ്യുക കേട്ടോ. ഞാൻ ഏതായാലും ഒരു കുഞ്ഞു ചോദ്യം ചോദിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ശരിക്കും എപ്പോഴാണ് നമ്മുടെ പാരന്റിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്? നമ്മുടെ പാരന്റിങ്ങിന്റെ ടൈം തുടങ്ങുന്നത് എപ്പോഴാണ്? ഒന്ന് പറയാൻ പറ്റുമോ ആരെങ്കിലും? ഇനി പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഒന്ന് വോയിസ് ആയിട്ടെങ്കിലും അയക്കുക. എപ്പോഴാണ് ശരിക്കും നമ്മുടെ പാരന്റിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്? ആരും ഇല്ലേ? ആരും പാരന്റ്? എല്ലാവരും കുറെ പാരന്റുകൾ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എപ്പോഴാണ് ശരിക്കും നമ്മുടെ പാരന്റിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്? കൊച്ചു വയറ്റിലുള്ളപ്പോ തൊട്ട്. കൊച്ചു വയറ്റിലുള്ളപ്പോ തൊട്ട്. മക്കൾ ഉണ്ടായതിനു ശേഷം എന്ന് പറഞ്ഞു. വെരി ഗുഡ്, വെരി ഗുഡ്. ദെൻ വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഒപ്പീനിയൻ ഉണ്ടോ? നമ്മള് ക്ലാസ്സിലെ ടീച്ചർ ഡൗട്ട് ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ ആൻസർ പറഞ്ഞാലും ടീച്ചർ അടുത്താരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമല്ലോ. ടീച്ചർ ഉദ്ദേശിച്ചൊരു ആൻസർ കിട്ടിയെങ്കിലല്ലേ സാറ്റിസ്ഫൈ ആവുള്ളൂ. അതുകൊണ്ടാണ് ചോദിക്കുന്നത് കേട്ടോ. ആർക്കും ഇനി അത് മാത്രമല്ല, നിങ്ങളുടെ അഭിപ്രായങ്ങൾ തുറന്നു പറയാനുള്ളൊരു അവസരം കൂടിയാണ്. എപ്പോഴാണ് ശരിക്കും നമ്മുടെ പാരന്റിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്? ഒരാൾ പറഞ്ഞത് വയറ്റിലുള്ള സമയത്താണ്, മറ്റൊരാൾ പറഞ്ഞു കുട്ടികൾ ഉണ്ടായതിനു ശേഷമാണ് ശരിക്കും പാരന്റിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഏതായാലും ഞാൻ അധികം മുഷിപ്പിക്കുന്നില്ല. എന്റെ ഒരു ഒപ്പീനിയനിൽ ശരിക്കും നമ്മുടെ പാരന്റ് ആവാൻ ഉദ്ദേശിക്കുന്നത് മുതൽ ഓക്കെ, വെരി ഗുഡ്, ഓക്കെ. ശരിക്കും ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള, അല്ലെങ്കിൽ ഇതിന്റെ ഒരു പാരന്റിങ് ശരിക്കും തുടങ്ങുന്നത് എപ്പോഴാന്ന് വെച്ചാല്, നമ്മൾ ആദ്യമായിട്ട് കല്യാണം കഴിക്കാൻ വേണ്ടി തീരുമാനിച്ച ഒരു മൊമെന്റ് ഉണ്ടാവില്ലേ? കല്യാണം കഴിക്കാൻ വേണ്ടി തീരുമാനിച്ച മൊമെന്റ്, പെണ്ണ് കാണാൻ വന്ന മൊമെന്റ്, അല്ലെങ്കിൽ നമ്മളെ ചെക്കൻ കാണാൻ വന്നൊരു മൊമെന്റ് ഉണ്ടാവൂലേ? ശരിക്കും അവിടെ മുതൽ ഒരു പാരന്റിങ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണെന്നറിയോ? ഒരു ഉദാഹരണം പറഞ്ഞുതരാം. നിങ്ങളെ കല്യാണം കഴിച്ച ആൾക്ക് അയാളുടെ മനസ്സിൽ കല്യാണം കഴിക്കുന്ന സമയത്ത് അയാളുടെ മനസ്സിലുള്ളത് എനിക്കൊരു 2 കുട്ടികൾ മതി എന്നുള്ളതാണ്. അതേസമയം കല്യാണം കഴിക്കുന്ന നിങ്ങളുടെ മനസ്സിലുള്ളത് എനിക്ക് എന്തായാലും ഒരു 4 കുട്ടികൾ വേണം എന്നുള്ളതാണ് എന്ന് വിചാരിക്കുക. ശരിക്കും അവിടെ തന്നെ ഒരു കോൺഫ്ലിക്റ്റ് വന്നു. ഈ 2 പേരാണ് കല്യാണം കഴിക്കാൻ പോകുന്നത്. ഇവർ 2 പേരാണ് പാരന്റ് ആവാൻ പോകുന്നത്. 2 എണ്ണത്തിൽ അവസാനിപ്പിക്കുമ്പോൾ, അല്ലെങ്കിൽ 4 എണ്ണം വേണമെന്ന് മറ്റൊരാൾ ആഗ്രഹിക്കുമ്പോൾ, ശരിക്കും അവിടെ മുതൽ നമ്മുടെ പാരന്റിങ് സ്റ്റാർട്ട് ചെയ്യുന്നില്ലേ? 2-ലധികം കുട്ടികൾ ഉണ്ടാകുമ്പോൾ, മൂന്നാമതൊരു കുട്ടി ഉണ്ടാകുമ്പോൾ ഈ ഒരു പാരന്റിന് തോന്നുകയാണ് 2 കുട്ടികൾ മതിയായിരുന്നല്ലോ, ഈ മൂന്നാമത്തെ കുട്ടിയിൽ ബേർഡൻ അല്ലേ. 4മതൊരു കുഞ്ഞുകൂടി ഉണ്ടാകുമ്പോൾ ഞാൻ വിചാരിച്ച 2ന്റെ ഇരട്ടിയായി ഇപ്പൊ മാറിയിട്ടുണ്ട് എന്നുള്ള തോന്നൽ വരില്ലേ? സോ ശരിക്ക് പാരന്റിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മളൊരു കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുമ്പോൾ അല്ലെങ്കിൽ തീരുമാനിക്കുമ്പോൾ മുതൽ നമ്മുടെ പാരന്റിങ് ശരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇതില് നിങ്ങളൊന്ന് ശരിക്കൊന്ന് ആലോചിച്ച് നോക്കുക കേട്ടോ. കല്യാണം കഴിഞ്ഞ് നമുക്കൊരു മക്കളുണ്ടായി, കുഞ്ഞുണ്ടായി. ആ കുഞ്ഞിനെ ആദ്യമായിട്ട് തന്റെ മാറോട് ഇങ്ങനെ ചേർത്ത് പിടിച്ച ആ ഒരു മൊമെന്റ് നിങ്ങളൊന്ന് കണ്ടുപിടിക്കട്ടെ, ഇങ്ങനെ ആലോചിച്ച് നോക്കിയൊക്കെ. എന്തോ ഒരു ഹാപ്പി ആയിരുന്നു നമ്മുടെ മനസ്സിൽ, എന്തോ ഒരു സന്തോഷമായിരുന്നു. ലോകം മുഴുവൻ എന്തൊക്കെ സംഭവിച്ചാലും, ലോകത്ത് മുഴുവൻ എന്തൊക്കെ സംഭവിച്ചാലും ആ ഒരൊറ്റ കുഞ്ഞിലേക്ക് മാത്രമായിട്ട് നമ്മുടെ സന്തോഷങ്ങൾ ഒതുങ്ങി നിന്നൊരു മൊമെന്റ് ഉണ്ടായിരുന്നു. അയാൾ ആദ്യമായിട്ട് നമ്മളെ നോക്കി ചിരിച്ചപ്പോ, ആ കുഞ്ഞ് ആദ്യമായിട്ട് നമ്മളെ കവിളില് തൊട്ടപ്പോ, കുറച്ചു കാലങ്ങൾക്ക് ശേഷം ആദ്യമായിട്ട് ഉമ്മാന്നോ മമ്മാന്നോ അമ്മാന്നൊക്കെ വിളിച്ച സമയത്ത് ആദ്യം ആ ശബ്ദം കേട്ടപ്പോ, ആ ചിരി കേട്ടപ്പോ സന്തോഷിച്ചിരുന്ന എത്ര മൊമെന്റുകളാ കഴിഞ്ഞു പോയത്.
അയാളുടെ ഓരോ കുസൃതികളും നമുക്ക് എന്ത് രസമായിരുന്നു. അയാൾ ഒരു വാക്ക് പറയുമ്പോൾ, അയാൾ ഒരു ഗോഷ്ഠി കാണിക്കുമ്പോൾ, ഒരു കുസൃതി കാണിക്കുമ്പോൾ എത്ര സ്നേഹത്തോടെയാ നമ്മള് അതില് ആ കുഞ്ഞിനെ ചേർത്ത് പിടിച്ചിരുന്നത്. പക്ഷെ പിന്നീട് എപ്പോഴാ നമുക്ക് നമ്മുടെ കുട്ടികൾ വികൃതിയായി തോന്നി തുടങ്ങിയത്? എപ്പോഴാ അതൊരു ശല്യമായി തോന്നി തുടങ്ങിയത്? എപ്പോഴാ ഇതൊരു തലവേദനയായിട്ടുണ്ടല്ലോ എന്ന് ആലോചിച്ച് തുടങ്ങിയത്? എപ്പോഴാ ഞായറാഴ്ചകളിൽ സ്കൂൾ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് നമുക്ക് തോന്നി തുടങ്ങിയത്? എപ്പോഴാ യുനോ ആ ഒരു സ്നേഹത്തിന്റെ കാലഘട്ടത്തിലൂടെ കഴിഞ്ഞു വന്ന് ഇവരെപ്പോഴാണ് നമുക്കൊരു അപരിചിതരായിട്ട് മാറിയിട്ടുള്ളത്? ആ കുഞ്ഞ് ഇപ്പോഴും നമ്മുടെ വീട്ടിലെ പല വീടുകളിലും അപരിചിതനായിട്ടാണ് കഴിയുന്നതെങ്കിൽ ആ കുഞ്ഞിന്റെ കുട്ടിക്കാലം നമ്മൾ നശിപ്പിച്ചുകൊണ്ടേയിരിക്കുകയല്ലേ? സോ ആസ് എ പാരന്റ്, ഒരു ആസ് എ ഹ്യൂമൻ ബീയിങ്, ആ കുഞ്ഞിന്റെ കുട്ടിക്കാലം ഇല്ലാതാക്കിയവരല്ലേ നമ്മൾ? നമുക്ക് എപ്പോഴാ ഒരു വെറുക്കപ്പെട്ട, അല്ലെങ്കിൽ നമുക്കൊരു ശല്യമായി മാറി തുടങ്ങിയത് എപ്പോഴും? ഇനി ഞാൻ പറയുന്ന ഓരോ കാര്യങ്ങളും കേട്ടോ, നിങ്ങൾ ശ്രദ്ധിക്കണേ. ഞാൻ ഈ ചോദിക്കുന്ന ചോദ്യത്തിനൊന്ന് ആഹ്, ഒന്ന് നിങ്ങൾ എന്തായാലും മറുപടി പറയണം. ഒന്നുകിൽ പറയണം, അല്ലെങ്കിൽ ഒന്ന് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തണം കേട്ടോ. കഴിഞ്ഞ ഒരു മാസത്തിനുള്ളില് ഞാൻ എന്റെ കുട്ടിയെ വഴക്ക് പറഞ്ഞിട്ടില്ല എന്ന് ഉറപ്പുള്ള പാരന്റ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് യെസ് കമന്റ് ചെയ്യോ. ഒന്ന് ചീത്ത പറഞ്ഞിട്ടില്ല, വഴക്ക് പറഞ്ഞിട്ടില്ല എന്ന് ഉറപ്പുള്ള ഏതെങ്കിലും പാരന്റ് ഉണ്ടെങ്കിൽ ഒന്ന് ഞാൻ ഇതുവരെ വഴക്ക് പറഞ്ഞിട്ടില്ല എന്നല്ല യെസ് എന്നൊന്ന് കമന്റ് ചെയ്താൽ മതി. ആരെങ്കിലും ഉണ്ടോ? കഴിഞ്ഞ ഒരു മാസമായിട്ട് കുട്ടിയെ വഴക്ക് പറയാത്ത ഏതെങ്കിലും പാരന്റ് ഉണ്ടെങ്കിൽ ഒന്ന് യെസ് പറയും. വെയിറ്റിംഗ്. ടൈപ്പ് ചെയ്തിട്ട് യെസ്, YES 3 അക്ഷരേ ഉള്ളൂ. ടൈപ്പ് ചെയ്യാൻ കുറെ നേരം എടുക്കുമെന്ന് തോന്നുന്നുണ്ട്. ആരും യെസ് കമന്റ് ചെയ്ത് കാണുന്നില്ല. ആൻഡ് ഇനി ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങള് കൃത്യമായി നിങ്ങൾ ആലോചിച്ചുകൊണ്ടേ ഇരിക്കട്ടോ. ഇതിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ, ഈ ക്ലാസ് കഴിയുമ്പോഴേക്കും നിങ്ങൾ ഒരു പുതിയ ഒരു അമ്മയാവണം, ഒരു അച്ഛനാവണം. പറ്റുമെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾ ഇതിന്റെ റെക്കോർഡ് വരുന്ന സമയത്ത് നിങ്ങളുടെ ഭർത്താവിന്, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള ഉമ്മക്ക് ഒക്കെ നിങ്ങൾ കാണിച്ചു കൊടുക്കുകയും ചെയ്യണം കേട്ടോ. കാരണം ഇത് നിങ്ങളുടെ കുട്ടിയെ കുറിച്ച് പറയുന്ന കാര്യമാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യാൻ ഇഷ്ടമുള്ള കാര്യം ആയതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു വിഷയം ഇത് ഇത്ര ഇഷ്ടത്തോടെ പറയുന്നത്. ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഇതുപോലെ ഒരു ഫ്രീ സെഷനിൽ ഒരാൾ പറഞ്ഞു തരും നിങ്ങൾക്ക് തോന്നുന്നില്ല. ഞാൻ അത്രയും അതിൽ കോൺഫിഡന്റ് ആണ് കേട്ടോ. അതുകൊണ്ടാണ് ഇനി ഞാൻ പറഞ്ഞു തുടങ്ങുകയാണ്. നമ്മള് ഇപ്പോഴും നമ്മുടെ പാരന്റിങ് ശൈലി എന്ന് പറയുന്നത്, നമ്മുടെ മാതാപിതാക്കൾ എങ്ങനെയാണോ നമ്മളെ വളർത്തിയത് ആ പാരന്റിങ് ശൈലിയാണ് ഇപ്പോഴും നമ്മൾ തുടർന്ന് പോരുന്നതെങ്കിൽ, ആസ് എ പാരന്റ് എന്ന് മാത്രമല്ല, ആസ് എ ഹ്യൂമൻ ബീയിങ് നമ്മളൊരു പരാജയമാണ് എന്ന് പറയേണ്ടി വരും. എന്റെ ഒപ്പം എന്നെ നല്ലോണം അടിക്കുമായിരുന്നു, അങ്ങനെയൊക്കെ തന്നെ ഞാൻ നന്നായത്, അതുകൊണ്ട് ഞാൻ എന്റെ കുട്ടിയെ അടിക്കും, അതുകൊണ്ടൊന്ന് നന്നാകും എന്നാണ് നമ്മുടെ ചിന്തയെങ്കിൽ, നിങ്ങളൊരു നല്ലൊരു അച്ഛനോ അമ്മയോ ആവാൻ യോഗ്യതയില്ല എന്ന് സ്വയം മനസ്സിലാക്കേണ്ടി വരും. ഞാൻ ഈ പറയുന്നത് ആരെയും വേദനിപ്പിക്കാനല്ല കേട്ടോ. ഏറ്റവും മോശപ്പെട്ട ഒരു സാഹചര്യത്തിൽ നിന്ന് നമ്മുടെ കുഞ്ഞുങ്ങളെ, നമ്മുടെ മക്കളെ രക്ഷപ്പെടുത്തണം എന്നുള്ള ആഗ്രഹം കൊണ്ട് പറയുകയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഞാൻ ഒരു ഉദാഹരണം പറയേ. നിങ്ങളുടെ അതേ പ്രാധാന്യമുള്ള ഒരു ലേഡി കൂടി നിങ്ങളുടെ കുട്ടിയുടെ ലൈഫിൽ ഉണ്ട് എന്ന് വിചാരിക്കുക. നിങ്ങളോടുള്ള അതേ സ്നേഹം ആ കുട്ടിക്ക് ഉണ്ട്. പക്ഷേ അയാളുടെ ബയോളജിക്കലി അയാളുടെ ഉമ്മയല്ല എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഫാദർ ഇല്ല എന്ന് വിചാരിക്കുക. ആ കുട്ടിക്ക് മറ്റൊരു ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ് ആ കുഞ്ഞ് നിങ്ങളുടെ കൂടെ ജീവിക്കുന്നതെങ്കിലും, നിങ്ങളുടെ ഏറ്റവും സ്നേഹം നിറഞ്ഞ ഒരു വേർഷൻ തൊട്ടപ്പുറത്ത് അയാൾക്ക് ഒപ്റ്റ് ചെയ്യാവുന്ന രൂപത്തിൽ അവിടെ ഉണ്ടെങ്കിൽ, ആ കുഞ്ഞ് നിങ്ങളെ സ്വീകരിക്കോ അയാളെ സ്വീകരിക്കോ എന്ന് സ്വന്തത്തോട് ചോദിച്ചു നോക്കുക. ആരും കമന്റ് ചെയ്യണ്ട. നിങ്ങൾക്കുറപ്പാണ് നിങ്ങളുടെ കുട്ടി അയാളെ തിരഞ്ഞെടുക്കുള്ളൂ എന്ന തോന്നലാണ് നിങ്ങൾക്ക് വരുന്നതെങ്കിൽ, ആസ് എ പാരന്റ് വാട്ട് ഈസ് യുവർ വാല്യൂ? നിങ്ങൾ എവിടെയാ പറ്റി നിൽക്കുന്നത്? ആ കുഞ്ഞിന് സ്നേഹപൂർണമായ ഒരു മാതാവ് പോലും ആവാൻ നമുക്ക് പറ്റിയിട്ടില്ലെങ്കിൽ, നമ്മളൊരു തികഞ്ഞ പരാജയമല്ലേ പാരന്റിങ് എന്നുള്ള നിലക്ക്? ആ ചോദ്യം സ്വന്തത്തോടൊന്ന് ചോദിച്ചു നോക്കുക. എന്റെ കുഞ്ഞിന് എന്നേക്കാൾ ബെറ്ററായ, എന്റെ അതേ വേർഷനിലുള്ള എന്നാൽ എന്നേക്കാൾ ബെറ്ററായ സ്നേഹം നിറഞ്ഞ ഒരു ലേഡിയെ പകരം ഒപ്റ്റ് ചെയ്യാൻ കൊടുക്കുമായിരുന്നുവെങ്കിൽ, അയാൾ എന്നെ തെരഞ്ഞെടുക്കുവോ അയാളെ തെരഞ്ഞെടുക്കുവോ എന്നുള്ളത് സ്വന്തത്തോട് സ്വയം ചോദിച്ചു നോക്കുക. അപ്പൊ മനസ്സിലാകും ഞാനൊരു നല്ല അമ്മയാണോ, ഞാനൊരു നല്ല അച്ഛനാണോ, ഞാനൊരു നല്ല കുടുംബനാഥനാണോ എന്നുള്ളത്. ആൻഡ്
നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ആ കുഞ്ഞ് വളർന്ന് വലുതായി ഒരു 3 വയസ്സായപ്പോഴേക്കും 3 വയസ്സുകാരനിൽ നിന്നും നമ്മൾ ആഗ്രഹിക്കുന്നത് 30 വയസ്സിന്റെ പക്വതയാണ്. 3 വയസ്സുകാരനെ നമ്മൾ അടിക്കുകയാണ്, 3 വയസ്സുകാരിയെ നമ്മൾ ചീത്ത പറയാണ്, തെറി പറയാണ്. എന്തിനു വേണ്ടിയിട്ട്? 3 വയസ്സുകാരൻ കുസൃതി കാണിച്ചത്രേ, 30 വയസ്സുകാരന്റെ പക്വത കാണിച്ചില്ല അത്രേ. ഒന്ന് ആലോചിച്ച് നോക്കിയേക്കെ. ആ കുഞ്ഞിനോട് നമ്മൾ ചെയ്യുന്ന ക്രൂരത എത്രയാന്ന് ആലോചിച്ച് നോക്കിയേക്കെ. ഉമ്മാന്ന് വിളിച്ച് നമ്മുടെ അടുക്കലേക്ക് വന്ന കുഞ്ഞിനോട് ഒന്ന് ശല്യപ്പെടുത്താതെ പോവോന്ന് ചോദിക്കുന്നുണ്ടെങ്കിൽ, പഴമക്കാര് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, പിന്നെ എന്തിനാ എന്നുള്ളതിന്റെ ബാക്കി ഞാൻ പറയുന്നില്ല, മാന്യത ഇല്ല എന്നുള്ളത് കൊണ്ട്. ആ കുഞ്ഞ് ആ കുഞ്ഞിന് സ്നേഹം നൽകേണ്ടത് നമ്മളാണ്. ആ കുഞ്ഞ് ജീവിക്കാൻ പഠിച്ചതും ആ കുഞ്ഞിന്റെ ജീവിതം ഓരോ മൊമെന്റുകളും കഴിഞ്ഞ് ജീവിച്ച് തീർത്തതും നമ്മളെ കണ്ടിട്ടാ. ഒരു കുഞ്ഞിന്റെ സ്വഭാവം എങ്ങനെയാ രൂപപ്പെടുന്നത്? അയലോകത്തെ കാക്കാനെ കണ്ടിട്ടാണോ? ആ കുഞ്ഞിനെ ആദ്യം കള്ളം പറയാൻ പഠിപ്പിച്ചതാരാ? നമ്മളല്ലേ. ആ കുഞ്ഞിനെ ആദ്യമായിട്ട് ദേഷ്യം പഠിപ്പിച്ചതാരാ? നമ്മളല്ലേ. ആ കുഞ്ഞിനോട് ആദ്യമായി ഷൗട്ട് ചെയ്തതാരാ? നമ്മളല്ലേ. പിന്നെ എങ്ങനെയാ ആ കുഞ്ഞിന്റെ സ്വഭാവം കുറച്ച് കുസൃതി നിറഞ്ഞതാണെന്നുണ്ടെങ്കിൽ ആ കുഞ്ഞിനോട് നമുക്ക് എങ്ങനെയാണ് ആ രൂപത്തിൽ പെരുമാറാൻ പറ്റുക? 3 വയസ്സുകാരനിൽ നിന്നും 30 വയസ്സിന്റെ പക്വത പ്രതീക്ഷിക്കരുത്. ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. നിങ്ങൾ 3 വയസ്സുള്ള ഒരു കുട്ടിയുണ്ട്, നിങ്ങളുടെ പരാതി എന്താ? ആസ് എ പാരന്റ് ഞാൻ ഒരു ക്വസ്റ്റ്യൻ കൂടി ചോദിക്കുകയാണ്, നിങ്ങൾ പറ്റുകയാണെന്ന് കമന്റ് ചെയ്യട്ടോ. ഒരു പാരന്റ് എന്നുള്ള നിലക്ക് ഒരു പാരന്റിങ്ങില് നിങ്ങളുടെ കുട്ടിയിൽ നിന്ന് നിങ്ങൾ നേരിടുന്ന ഒരൊറ്റ പ്രശ്നം, ഒരു ഇഷ്യൂ നിങ്ങളൊന്ന് കമന്റ് ചെയ്യോ? നിങ്ങൾ എന്താ പാരന്റിങ്ങിൽ നിങ്ങൾ നേരിടുന്ന ഒരു പ്രശ്നം എന്തെങ്കിലും ഒന്നും ഉണ്ടാവുമല്ലോ. കുട്ടിയുടെ വാശിയോ ദേഷ്യമോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ. അതൊന്ന് കമന്റ് ചെയ്യോ ആരെങ്കിലും? പറ്റുകയാണെങ്കിൽ എല്ലാവരും കമന്റ് ചെയ്താല്. ഞാനിത് എന്തിനാ ചോദിക്കുന്നതെന്ന് വെച്ചാൽ, നിങ്ങൾ കമന്റ് ചെയ്യുന്ന ഈ കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചിട്ടായിരിക്കും ഞാൻ നെക്സ്റ്റ് സെക്ഷൻസിൽ ഉൾപ്പെടുത്തിയിട്ട് പറയുക എന്നുള്ളത് കൊണ്ടാണ്. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു പ്രോബ്ലം നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ, അനുസരണയില്ലായ്മ, ഓക്കെ, അതെ, വാശി, മടി, ഓക്കെ, ദേഷ്യം, ഞാൻ ഈ കാര്യങ്ങളൊക്കെ നമ്മളെ ചിലപ്പോൾ ഇതിൽ തന്നെ ഞാൻ ചിലപ്പം പറഞ്ഞു പോകും, ചിലപ്പോൾ ഞാൻ വരുന്ന സെഷൻസിൽ ഞാനത് പറഞ്ഞു പോകും കേട്ടോ. ലേസിനെസ്, കരച്ചില്, ഓക്കെ, ദെൻ കരച്ചില്, ലേസിനെസ് ആൻഡ് ആംഗ്രി, ദേഷ്യം, രാവിലെ എഴുന്നേൽക്കാത്തത്, മടി, വാശി കാണിക്കും, അനുസരണയില്ലായ്മ, ഓക്കെ. ഇനി നിങ്ങൾ പറ, ഇനി ഞാൻ പറയുന്നതിനപ്പുറത്തേക്ക് നിങ്ങൾ സ്വയം ആലോചിക്കുക, ഇവർക്ക് എവിടുന്ന ഈ സ്വഭാവം കിട്ടിയിട്ടുണ്ടാവുക? കുട്ടി എന്തായാലും സ്വയം അതെങ്ങനെയാണ് തീരുമാനിച്ചു, ഇന്ന് തന്നെയാണ് തീരുമാനിച്ചത്, ഇന്ന് വരെ ഞാൻ മടി കാണിക്കാന്ന് വിചാരിച്ചിട്ട് കുട്ടി ഒരുങ്ങൂലല്ലോ. ഈ സ്വഭാവമൊക്കെ കുട്ടിക്ക് എവിടുന്നാ കിട്ടിയത്? ദേഷ്യം എവിടുന്നാ കിട്ടിയത്? മടി എവിടുന്നാ കിട്ടിയത്? പാത വരാതെ പറയാനുണ്ടാവും. മാഷാ അല്ലാ. എനിക്ക് എനിക്ക് മക്കളെ കാര്യം പറയുമ്പോ എനിക്കത് ഭയങ്കര സങ്കടമുള്ള കാര്യമാണ് കേട്ടോ. ഒന്ന് ആലോചിച്ച് നോക്കിയേ. അവരുടെ ലോകം ആരാ? അവരുടെ ലോകം ആരാ? ലോകം എന്ന് പറഞ്ഞാൽ ആരാ? നമ്മളല്ലേ. നമ്മളപ്പുറത്തേക്ക് അവർക്ക് വേറെ ഏത് ലോകം ഉള്ളത്? എന്തൊക്കെ ചെയ്താലും, എത്രയൊക്കെ ദേഷ്യപ്പെട്ടാലും, എത്രയൊക്കെ വാശി കാണിച്ചാലും, ഒടുവിൽ ഒരു ആർത്ത് വിളിച്ച് കരയുന്നത് ആരെയാ? ഉമ്മാനെ വിളിച്ചിട്ടല്ലേ. ആ കുഞ്ഞ് നിങ്ങളോട് പറയാതെ പറയല്ലേ, എനിക്ക് ലോകത്ത് ഏറ്റവും പ്രിയപ്പെട്ടത് നിങ്ങളാണ് കേട്ടോ എന്ന് ഓരോ കരച്ചിലും ആ കുട്ടി നിങ്ങളോട് പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നില്ലേ? നിങ്ങൾ ആരുമല്ല, നിങ്ങൾ ഉമ്മ ഒറ്റക്കല്ല കേട്ടോ, നിങ്ങളുടെ പൊക്കിൾ കൊടി എന്റെ വയറ്റിൽ അതിന്റെ ഒരു അടയാളം ഉണ്ട് കേട്ടോ എന്ന് ആ കുഞ്ഞ് ഓരോ മൊമെന്റിൽ നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നില്ലേ? ആ കുഞ്ഞിന് വേണ്ട സ്നേഹം നമ്മളല്ലേ നൽകേണ്ടത്? അതായത് നമ്മൾ നമ്മുടെ കുട്ടിയോട് എങ്ങനെ ഇടപഴകുന്നു എന്നതിനനുസരിച്ചാണ് അവന്റെ സ്വഭാവം രൂപപ്പെട്ടത്. അങ്ങനെ ഒരു പുസ്തകമുണ്ട്, നിങ്ങൾ കാണുന്നുണ്ടോ എന്ന് എനിക്ക് അറിയൂലേ, ഉണ്ടെങ്കിൽ ഒന്ന് ഇതാ, ഞാൻ അതിന്റെ പേര് വായിച്ചുതരാം. ദ ഹോൾ ബ്രെയിൻ ചൈൽഡ്. എപ്പോഴെങ്കിലും വായിക്കാൻ പറ്റുകയാണെങ്കിൽ, ഇംഗ്ലീഷൊക്കെ മനസ്സിലാവുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഒന്ന് വായിക്കണം കേട്ടോ. ദ ഹോൾ ബ്രെയിൻ ചൈൽഡ് എന്ന് പറഞ്ഞിട്ട് ഡാനിയൽ ജെ സീഗൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾ എഴുതിയിട്ടുള്ള ഒരു പുസ്തകമാണ്. അതിന്റെ ടീന പെയിൻ ബ്രൈസൺ എന്നോ അങ്ങനെ എന്തോ ആണ് ഇതിന്റെ ഓതേഴ്സിന്റെ പേര്. രണ്ടാളുകൾ ചേർന്ന് എഴുതിയിട്ടുള്ള പുസ്തകമാണ്. വായിച്ചിട്ടില്ലെങ്കിൽ വായിക്കണം. ഒരു വട്ടമെങ്കിലും വായിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കുറേ ചിന്താഗതികൾ മാറി കിട്ടും. ഭയങ്കര രസമാണ്. നമ്മുടെ കുഞ്ഞുങ്ങളെ കുറിച്ച് ഇങ്ങനെ അവരുടെ ചിന്തയെ കുറിച്ചൊക്കെ കൃത്യമായിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്. അവരെന്തുകൊണ്ട് ഇപ്പൊ ഉള്ള കോലത്തിലായി എന്നുള്ളതൊക്കെ അതിൽ പറയുന്നുണ്ട്. നിങ്ങൾക്ക് വായിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴെങ്കിലും അത് വായിച്ചിട്ട് നിങ്ങൾക്ക് തന്നെ അതിലുള്ള ടോട്ടൽ കാര്യങ്ങൾ ഞാൻ തന്നെ പറഞ്ഞു തരുന്നുണ്ട് ഇൻഷാ അള്ളാ. ആൻഡ് നിങ്ങള്
എനിക്കത് പറയുമ്പോൾ ഞാൻ സത്യമായിട്ട് ഭയങ്കര ഓവർവെൽമഡ് ആണ്. എനിക്ക് നിങ്ങളോട് എന്തൊക്കെയോ പറഞ്ഞു തരണം എന്ന് ആഗ്രഹമുണ്ട്. കുറെ കാര്യങ്ങളുണ്ട്, എല്ലാം കൂടി ഇപ്പൊ തന്നെ പറഞ്ഞു തരണം എന്നുള്ള ആഗ്രഹമുണ്ട്. ഞാൻ ഓരോന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഇങ്ങനെ പറയാം കേട്ടോ. അതായത് ഞാൻ ആ നേരത്തെ പറഞ്ഞൊരു കാര്യം. യെസ്, നോ നോ ഇഷ്യൂ, നോ ഇഷ്യൂസ്, കുഴപ്പമില്ല. ഓക്കെ, ഇൻഷാല്ല ഇൻഷാല്ല. ഒന്ന്, അതായത് നമുക്ക് കിട്ടിയ അതേ പാരന്റിങ് ആണ് നമ്മളെ കുട്ടികൾക്ക് കൊടുക്കുന്നത് നമ്മൾ പറഞ്ഞല്ലോ. ഈ പാരന്റിങ് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ കുഞ്ഞിനോട് നമ്മൾ ചെയ്യുന്നത് ഏറ്റവും വലിയ ക്രൂരതയാണ്. കാരണം ആ കുഞ്ഞിന് വാക്കുകളിലൂടെ അല്ലാതെ തന്നെ കുറെ കാര്യങ്ങൾ നമ്മളോട് പറയാനുണ്ട്. കുഞ്ഞിനെ ഒന്ന് കേട്ടിരിക്കാൻ നമ്മൾ റെഡി ആയാൽ മതി. പതിയെ 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 അയാളുടെ ദേഷ്യം ഇല്ലാതാകും, അയാളുടെ വാശി ഇല്ലാതാകും, അനുസരണയില്ലായ്മ ഇല്ലാതാകും. നേരത്തെ എണീക്കുന്നില്ല എന്നുള്ള പരാതി, ഞാൻ ആദ്യം എന്നെ കുറിച്ചും കൂടി ഒന്ന് മെൻഷൻ ചെയ്തിട്ട് ബാക്കി പറയാം കേട്ടോ. ഏത് കുഞ്ഞാണെങ്കിലും, ന്യൂ ബോൺ ആയിട്ടുള്ള ഏത് ബേബി ആവട്ടെ, സുബൈക്ക് മിനിമം ഒരു 4 മണിക്കോ 5 മണിക്കോ കുഞ്ഞ് എഴുന്നേൽക്കും. ഉമ്മമാർക്ക് അറിയാലോ, സുബഹിക്ക് എണീക്കാത്ത, അതായത് നേരത്തെ ഉണരാത്ത ഒരൊറ്റ കുഞ്ഞുമില്ല. എല്ലാ കുഞ്ഞുങ്ങൾക്കും അറിയാം ഇത് ഉണരേണ്ട നേരാണ് എന്നുള്ളത്. ആ നേരത്ത് നമ്മളാ കിടന്നോടത്ത് കിടന്നിട്ട് തന്നെ കുഞ്ഞിനെ മാറോട് ചേർത്ത് പിടിച്ചിട്ട് പാല് കൊടുത്തിട്ട് അവിടെ തന്നെ കിടത്തി ഉറക്കി, വാവാവോ ഓ ഓ താരാട്ടും പാടി അവിടെ തന്നെ കിടത്തി ഉറക്കി. 2 വയസ്സ് വരെ പൂർണ്ണമായിട്ട് മുല കൊടുക്കുന്ന സമയത്തൊക്കെ ഉണർന്നപ്പോ കുഞ്ഞിനെ നമ്മൾ ആട്ടി ആട്ടി ഉറക്കിയിട്ട് 3-4 വയസ്സായപ്പോ നമ്മൾ പറയാണ് എന്റെ കുട്ടി നേരത്തെ എണീക്കണില്ല. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ആ കുഞ്ഞിനെ, നേരത്തെ എണീറ്റ കുഞ്ഞിനെ ഉറക്കി കിടത്തിയിട്ട് നമ്മൾ പറയാണ് കുറച്ചു കാലം കഴിഞ്ഞിട്ട് എന്റെ കുട്ടി നേരത്തെ എണീക്കുന്നില്ല എന്ന്. കുഞ്ഞിനറിയാം ഇത് എണീക്കേണ്ട നേരാണെന്ന് കുഞ്ഞിനറിയാം. പക്ഷേ നമ്മളാണ് ആ കുഞ്ഞിനെ ആ സമയത്ത് ഉറക്കി ശീലിച്ചത്. നിങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, എപ്പോഴാണോ ഇപ്പൊ സാധാരണ ഉണരുന്നത് അതിനേക്കാൾ ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് നേരത്തെ ഉണർത്തുക. ഭയങ്കര മടി ഉണ്ടാകും ആ സമയത്ത്. മറ്റൊന്ന്, പറ്റുമെങ്കിൽ ഇതൊരു ഇസ്ലാമിക ആയിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് കേട്ടോ. ഞാനോ ഒരു ഇസ്ലാമിക ആയിട്ടുള്ള ഒരു രൂപത്തിലും കൂടി ഒന്ന് പറഞ്ഞുതരാം. മുസമ്മിൽ സൂറത്ത് ഉറങ്ങണതിന്റെ മുമ്പ് ഒന്ന് കുട്ടിയുടെ അടുത്തുനിന്ന് ഓതിയിട്ട് കുട്ടിയെ ഉറക്കിയാൽ മതി. കുട്ടി ഉണർന്നോളും, നേരത്തെ തന്നെ ഉണർന്നോളും, നേരത്തെ എണീക്കും കുട്ടി, ഒരു സംശയവും വേണ്ട. അതിന്റെ വേറെ കുറെ കാര്യങ്ങളുണ്ട്. ഇതൊരു ഇസ്ലാമിക് സെക്ഷൻ അല്ലാത്തത് കൊണ്ട് ഞാനത് വേറെ തന്നെ പറയുകയാണ്. ഇനി ഇസ്ലാമിക് സെഷൻ മാത്രമായിട്ട് ആ നിലക്ക് കേൾക്കണം എന്നുണ്ടെങ്കിൽ അത് നമുക്ക് വേറെ ഏതെങ്കിലും സെഷൻ നമുക്ക് കൈകാര്യം ചെയ്യേണ്ടി വരും. ഇതിലിപ്പോ അത് പല ആളുകളും ജോയിൻ ചെയ്യുന്ന ക്ലാസ് ആയതുകൊണ്ട് തന്നെ അതിനെ കുറിച്ച് ഞാൻ എന്ത് ചെയ്യുന്നില്ല, കൂടുതൽ ചർച്ച ചെയ്യുന്നില്ല. ഇതൊക്കെ നമ്മൾ ഇതിന്റെ സൈക്കോളജിക്കൽ വശങ്ങളൊക്കെ നമ്മൾ ഇതിന്റെ ശേഷം പിന്നീട് പറയൂ കേട്ടോ. ആൻഡ് നിങ്ങൾ കുഞ്ഞിനോട് ഏറ്റവും ആദ്യം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം ബി ആൻ ആക്റ്റീവ് ലിസണർ എന്നുള്ളതാണ്. അവസാനമായി നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞിന്റെ കണ്ണിലേക്ക് നോക്കി സംസാരിച്ചിട്ട് എത്ര കാലായി? കുഞ്ഞിനോട് നമ്മൾ സംസാരിക്കുന്നുണ്ട്. കുഞ്ഞ് സംസാരിക്കുന്ന അത്രയും നേരം കുഞ്ഞിന്റെ കണ്ണിലോട്ട് നോക്കി നമ്മളൊന്ന് സംസാരിച്ചിട്ട് എത്ര കാലായി? ഇത് ഇത് ഞാൻ ചോദിക്കുന്നത് 3 വയസ്സുകാരനെ കുറിച്ച് മാത്രമല്ല കേട്ടോ, അല്ലെങ്കിൽ 2 വയസ്സുകാരനെ കുറിച്ച് മാത്രമല്ല. 20 വയസ്സാവട്ടെ, നിങ്ങളെ കുട്ടിക്ക് 60 വയസ്സായിക്കോട്ടെ, അയാളോട്, നിങ്ങൾ ഏറ്റവും മുതിർന്ന കുട്ടിയോട് നിങ്ങൾ അയാളുടെ മുഖത്ത് നോക്കിയിട്ട് സ്നേഹത്തോടെ സംസാരിച്ചിട്ട് എത്ര കാലായി? കണ്ണിലേക്ക് നോക്കി സംസാരിക്കാൻ പറഞ്ഞാൽ ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. എന്ത് കേൾക്കാത്ത കുട്ടിയാണെങ്കിലും സ്നേഹത്തോടെ അയാളുടെ കണ്ണിലേക്ക് നോക്കി നമ്മൾ സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കുഞ്ഞിനോ പറയുന്ന കാര്യങ്ങൾ മൊത്തം നമ്മുടെ ഹൃദയത്തിലേക്കാണ് നമ്മൾ എടുക്കുന്നത് എന്ന് കുഞ്ഞിന് ബോധ്യപ്പെടും, ആ കുട്ടിക്ക് ബോധ്യപ്പെടും. കുട്ടി ഇങ്ങനെ പറയണം, നമ്മളത് ഇങ്ങനെ കേട്ടിരിക്കണം, ഇന്റർഫിയർ ചെയ്യാൻ പോണ്ട. ഇതിന്റെ കൂട്ടത്തിൽ പറയുന്ന ഒരു കാര്യം കൂടിയുണ്ട്. മക്കള് പറയാൻ ശ്രമിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. അത് ചിലപ്പം വാക്കിലൂടെയാവാം, നോൺ വെർബൽ ആയിട്ടുള്ള കാര്യങ്ങളാവാം. പക്ഷെ അവർ നിരന്തരം നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. കേൾക്കാൻ നമ്മൾ റെഡിയല്ല എന്നുള്ളതാണ് പ്രശ്നം. സെക്ഷൽ അബ്യൂസ്, ഞാൻ ഇതിന്റെ മുമ്പ് ഒരു സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ഇതേ പ്ലാറ്റ്ഫോമിൽ. അതിന്റെ വീഡിയോ ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പറ്റുകയാണെങ്കിൽ അതൊന്ന് കേൾക്കണം കേട്ടോ. സെക്സ് എഡ്യൂക്കേഷൻ എന്ന് കേൾക്കുമ്പോഴേക്കും തെറ്റായ രൂപത്തിൽ മനസ്സിലാക്കുന്ന രക്ഷിതാക്കളോടാണ്. അത് കംപ്ലീറ്റ്ലി പാരന്റിങ്ങുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സെഷൻ ആയിരുന്നു. ആർക്കെങ്കിലും കേൾക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ പേഴ്സണലി മെസ്സേജ് അയച്ച് അതിന്റെ ലിങ്ക് ഞാൻ അയച്ചു തരാം. നിങ്ങൾ നിരന്തരം പാരന്റിങ്ങിനെ കുറിച്ച് നിങ്ങൾ പഠിച്ചുകൊണ്ടേ ഇരിക്കണം. കുട്ടിക്ക് നല്ലൊരു ഉമ്മയോ ഉപ്പയോ നിങ്ങൾ ആവണം, ഒരു അമ്മയോ അച്ഛനോ നിങ്ങൾ ആയിക്കൊണ്ടിരിക്കണം എന്ന്. കാരണം എന്താന്ന് വെച്ചാല്, കുട്ടി നമ്മുടെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് പാർട്ടാണ്. നമുക്ക് എന്തിനാണ് മക്കൾ? എന്തിനാ നമുക്ക് മക്കൾ? മക്കൾ എന്തിനാന്ന് ഞാൻ ഒരിക്കലും ഒരു പാരന്റ്സ് മീറ്റിംഗിൽ ക്ലാസ് എടുക്കാൻ വേണ്ടി പോയി. അവിടുന്ന് ഞാൻ ചോദിച്ച സമയത്ത് ഒരു ഉമ്മ പറഞ്ഞ മറുപടി, വയസ്സായി കഴിഞ്ഞാൽ ഞങ്ങളെ നോക്കാൻ ആരെങ്കിലും വേണ്ടേ എന്നുള്ളതാണ്.
വയസ്സായി കഴിഞ്ഞാൽ നോക്കാനുള്ളതല്ല മക്കള്. ഇനി നിങ്ങൾക്ക് വയസ്സായി, നിങ്ങളെ മക്കളെയൊക്കെ പോറ്റി വളർത്തി, ഒരാൾ അമേരിക്കയിൽ പോയി, ഒരാള് ഗൾഫിൽ പോയി, ഒരാൾ യൂറോപ്പിൽ പോയി, പല രാജ്യങ്ങളിലേക്ക് പോയി, അവരവിടെ സെറ്റിലായി എന്ന് വിചാരിക്കുക. നമുക്ക് പ്രായമായാൽ നമ്മൾ അവർ നോക്കുന്ന എന്തുറപ്പുള്ളത്? മക്കളുള്ളത് നമ്മളെ പ്രായമാകുമ്പോൾ നോക്കാനല്ല. മക്കൾ എന്തിനാണെന്നറിയോ? മക്കള് സ്വാമി വിവേകാനന്ദനാണെന്ന് തോന്നുന്നു പറഞ്ഞത്, അവർ ചിൽഡ്രൻ ആർ നോട്ട് അവർ ചിൽഡ്രൻ. നമ്മുടെ മക്കളൊന്നും നമ്മുടെ മക്കളല്ല. എന്ന് വെച്ചാല് നമ്മുടെ സ്വപ്നങ്ങൾ പൂർത്തീകരിക്കാനുള്ള യന്ത്രങ്ങളോ ഉപകരണങ്ങളല്ല നമ്മുടെ മക്കള്. അവർ സ്വന്തമായൊരു പേഴ്സൺ ആണ്. എന്റെ കുട്ടി ഡോക്ടർ ആവണം, എനിക്ക് ഏതായാലും ഇതിന് പറ്റിയിട്ടില്ല. നിങ്ങൾക്ക് പറ്റാത്തത് നിങ്ങളുടെ കുട്ടിയെ കൊണ്ട് പറ്റണമെന്ന് എങ്ങനെയാ നിങ്ങൾക്ക് ആ കുട്ടിയോട് ശഠിക്കാൻ പറ്റുക? ആ കുഞ്ഞിനെ ഒരു നല്ല സാമൂഹ്യ ജീവിയായി മാറ്റുക എന്നുള്ളത് മാത്രമാണ് ഒരു പാരന്റിന്റെ ഉത്തരവാദിത്വം. അതിനപ്പുറത്തേക്ക് നിങ്ങളുടെ സ്വപ്നങ്ങളും പേറി, നിങ്ങളുടെ സ്വപ്നത്തിന്റെ ബാണ്ഡവും പേറി നടക്കേണ്ട ആളല്ല നിങ്ങളുടെ കുഞ്ഞ് എന്ന് പറയുന്നത്. അത് നിങ്ങൾ അയാളോട് ചെയ്യുന്ന ക്രൂരതയാണ്. നിങ്ങളുടെ സ്വപ്നങ്ങൾ ഒരിക്കലും അയാൾ അടിച്ചേൽപ്പിക്കരുത്. നിങ്ങൾക്ക് നൽകാവുന്ന ഏറ്റവും നല്ല സമ്മാനം അയാളെ കേട്ടിരിക്കാവുന്ന, അയാളെ സ്വീകരിക്കാവുന്ന ഏറ്റവും നല്ല ഹൃദയത്തോടു കൂടെ അയാൾക്കൊരു നല്ല ഉമ്മയാവുക, നല്ല അമ്മയാവുക, അച്ഛനാവുക, ഉപ്പയാവുക എന്നുള്ളതാണ്. ആ ഒരൊറ്റ കാര്യം ചെയ്താൽ മതി. ആക്റ്റീവ് ലിസണിങ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ, വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ലൈഫിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളോട് ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ പാരന്റിങ്ങിന്റെ സ്റ്റാർട്ടിങ് ഞാൻ പറഞ്ഞു. ഇത് മാത്രമല്ല, നമ്മൾക്കൊരു കുഞ്ഞുണ്ടായി എന്നറിയുമ്പോൾ നമ്മുടെ മൈൻഡിൽ ഉണ്ടാവുന്ന ചിന്തകൾ പോലും നമ്മുടെ കുഞ്ഞിന്റെ സ്വഭാവത്തെ ബാധിക്കും. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ കുട്ടിയുടെ എല്ലാ സ്വഭാവങ്ങളും നമ്മളിൽ നിന്ന് കിട്ടിയതാണ്. അതായത് ഒരു കുഞ്ഞുണ്ടായി എന്ന് ആദ്യമായിട്ട് അറിയുമ്പോൾ ഒരു ഉമ്മയുടെ അല്ലെങ്കിൽ ഒരു ഉപ്പയുടെ മനസ്സിൽ ആദ്യം വരുന്ന ചിന്ത എന്താണോ അത് ആ കുഞ്ഞിന്റെ ഭാവിയെ സാരമായി ബാധിക്കും. കുഞ്ഞുണ്ടായി എന്നറിയുമ്പോൾ ഉമ്മയുടെ മനസ്സിലുണ്ടായിട്ടുള്ളതിൽ അമ്മയുടെ മനസ്സിലുണ്ടായിട്ടുള്ളത്, ചില ആളുകൾ ഉപയോഗിക്കുന്ന വാക്കുകളുണ്ട്. എടാ ഈ പ്രാവശ്യം പെട്ടിട്ടുണ്ട് കേട്ടോ എന്നാ പറയാ. ആ കുഞ്ഞിനെ കൊണ്ട് പെട്ടുപോകും. ആ കുഞ്ഞിനെ കൊണ്ട് അയാൾ പെട്ടുപോകുമല്ലാതെ വേറെ നിർവാഹം ഉണ്ടാകൂല. കാരണം അയാളുടെ ആദ്യത്തെ തോട്ട് തന്നെ അതാണ്. ഉമ്മയുടെ മനസ്സിൽ വരുന്നത്, പഠിച്ചവൻ ഈ പ്രാവശ്യം കുടുങ്ങിയോ. ആ വാക്കുണ്ടല്ലോ, ചില നാടുകളിലൊക്കെ ഉപയോഗിക്കുന്ന ശൈലിയാണത്. ഈ പ്രാവശ്യം കുടുങ്ങിയിട്ടുണ്ട് കേട്ടോ. ആ കുട്ടിയെ കൊണ്ട് കുടുങ്ങും. വാക്കുകൾ വലിയ പ്രാധാന്യമുണ്ട്. നമ്മുടെ ഭാര്യയുടെ അല്ലെങ്കിൽ ഉമ്മയുടെ ഗർഭാവസ്ഥയിൽ ഒരു ഒരു ഭ്രൂണമായി നിൽക്കുന്ന സമയത്ത് പോലും ആ ഉമ്മയുടെ ചിന്തകൾ പോലും ആ കുഞ്ഞിന്റെ വളർച്ചയെ ബാധിക്കും. എന്നിട്ടാണ് നമ്മൾ പരാതി പറയുന്നത്, കുട്ടി പറഞ്ഞാൽ കേൾക്കുന്നില്ല. നമ്മളാണ് അതിന് കാരണക്കാർ, കുഞ്ഞല്ല. കുഞ്ഞിന് ആ സ്വഭാവം കിട്ടിയത് നമ്മളിൽ നിന്നാണ്. കുട്ടി ഗർഭാവസ്ഥയിലുള്ള സമയത്ത് പോലും നമ്മൾ പറയുന്നത് കേട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഗർഭിണിയായ സ്ത്രീയെ ഭർത്താവ് വഴക്ക് പറയാൻ പാടില്ല, ചീത്ത പറയാൻ പാടില്ല, സ്നേഹത്തോടു കൂടി മാത്രമേ അവരോട് പെരുമാറാൻ പാടുള്ളൂ. ഒരു പാരന്റിങ് സെക്ഷന് വേണ്ടിയിട്ട് ഞാൻ എവിടെ പോകുമ്പോഴും പറയാറുള്ള ഒരു കാര്യമുണ്ട്. പാരന്റിങ് സെക്ഷൻ ഒരിക്കലും ഉമ്മ മാത്രം കേൾക്കേണ്ട ക്ലാസ് അല്ല. അത് ആ കുട്ടിയുടെ ഉപ്പ കേൾക്കണം. മാത്രമല്ല ഗ്രാൻഡ് പാരന്റ്സും കേൾക്കണം. പ്രത്യേകിച്ച് അമ്മോശനും അമ്മായിമ്മയും. ഇനി അമ്മോശൻ കേട്ടില്ലേ, അമ്മായിമ്മ നിർബന്ധമായിട്ടും കേൾക്കണം എന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. കാരണം എന്താന്ന് വെച്ചാല് ഈ കുട്ടിയുടെ വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും നമുക്ക് ഓരോരുത്തർക്കും ഓരോരോ റോളുകളുണ്ട്. ആ റോളുകൾ കൃത്യമായി നിർവഹിക്കപ്പെടുന്നില്ലെങ്കിൽ കുട്ടി അനുസരണയില്ലാത്തവനായി മാറും. കുട്ടി വഴി തെറ്റിയ ആളായിട്ട് മാറും. ഓരോ മൊമെന്റിലും അയാളുടെ കൂടെ സ്നേഹത്തോടു കൂടി, എന്നാൽ അയാൾക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകി നമ്മുടെ കൂടെ ഉണ്ടാവണം. എങ്കിൽ മാത്രമേ ആ കുഞ്ഞ് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആ കുഞ്ഞിന് ഏറ്റവും പ്രിയപ്പെട്ട മാതാപിതാക്കളാവും നമ്മളെ കൊണ്ട് പറ്റുള്ളൂ. അതായത് കുട്ടികളുടെ മുന്നിൽ വെച്ച് ഒരിക്കലും മാതാപിതാക്കൾ ഷൗട്ട് ചെയ്യരുത്. ഒരിക്കലും ഉച്ചത്തിൽ സംസാരിക്കുക, ദേഷ്യത്തിൽ സംസാരിക്കുക. കുട്ടികൾക്ക് വലിയ ശബ്ദം ഭയങ്കര പേടിയാണ്. ജനിച്ചു വീഴുന്ന കുഞ്ഞിന് ഒരു ന്യൂബോൺ ബേബി ആണ് എന്ന് വിചാരിക്കുക. ആ ബേബിക്ക് പ്രധാനമായിട്ടുള്ള 2 പേടിയാണ് ഉണ്ടാവുക. ഒന്ന് സൗണ്ട് പേടിയായിരിക്കും, ഉച്ചത്തിലുള്ള ശബ്ദം കുട്ടിക്ക് ഭയങ്കര പേടിയായിരിക്കും. മറ്റൊന്ന് ഹൈറ്റ് ആണ്. നിങ്ങൾ നോക്കുന്നുണ്ടോ, ഏത് കുട്ടിയാണെന്നുണ്ടെങ്കിലും ഹൈറ്റ് എത്തിക്കഴിഞ്ഞാൽ അവിടെ ഒന്ന് നിൽക്കും. കുട്ടിക്ക് അറിയാം അത് അങ്ങോട്ട് പോകാൻ പാടില്ല. ബാക്കിയുള്ള പേടികളൊക്കെ നമ്മൾ ഉണ്ടാക്കി കൊടുത്ത പേടികളാണ്. ഈ കരച്ചിലാവട്ടെ, നമ്മുടെ ഗർഭാ സമയത്ത് നമ്മൾ എന്തായിരുന്നോ നമ്മുടെ മെന്റാലിറ്റി, അത് ആ കുഞ്ഞിന്റെ മെന്റൽ സ്റ്റേറ്റിനെ ബാധിച്ചിട്ടുണ്ടാവും. കരച്ചിൽ കൂടുതലാണെന്നുണ്ടെങ്കിൽ അതിനുള്ള ഒരു റീസൺ അതായിരിക്കും. നമ്മുടെ ഒരു ഉമ്മ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് ഉള്ള ചിന്തകള്, ആ വാക്കുകള്, ഗർഭിണിയായിരിക്കുന്നത്, ഇത് ഭയങ്കര രസകരമായിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. ഗർഭിണിയായിരിക്കുന്ന സമയത്ത് നിരന്തരം കുഞ്ഞിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം.
ഇത് കുട്ടി അറിയോന്ന് ചോദിച്ചാൽ അറിയും. ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. നിങ്ങൾ ഇനി ഒരു സെക്കൻഡ് പ്രഗ്നൻസിക്ക് വേണ്ടി ട്രൈ ചെയ്യുന്ന ആളുകളാണെങ്കിൽ നിങ്ങളുടെ പരിചയത്തിലുള്ള ഗർഭിണികളായ ആളുകൾ അവരോട് പറഞ്ഞു കൊടുക്കണം. നിങ്ങൾക്കൊരു സ്ട്രെസ് ഉണ്ടെങ്കിൽ ആ സ്ട്രെസ് തലയിൽ വെച്ച് നടക്കാതെ കുഞ്ഞിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഇന്ന് ഉമ്മച്ചിക്ക് നോക്ക് ബേബി, ഉമ്മച്ചിക്ക് ഇന്ന് ഭയങ്കര സ്ട്രെസ് ഉണ്ട് കേട്ടോ, പക്ഷെ കുഴപ്പമില്ല എന്റെ ബേബി, അതിലൊന്നും പേടിക്കണ്ട കേട്ടോ. നിരന്തരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, കുഞ്ഞിന് ആ കമ്മ്യൂണിക്കേഷൻ കുഞ്ഞിന് ഫീൽ ചെയ്യാൻ പറ്റും. തീർച്ചയാണ്. ഇത് ഞാൻ വെറുതെ ഒരു രസത്തിന് വേണ്ടിയിട്ട് പറയുന്നല്ല കേട്ടോ. ഇതൊക്കെ സൈക്കോളജിക്കലി അല്ലെങ്കിൽ സയന്റിഫിക്കലി പ്രൂവൺ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ഈ പറയുന്നത്. ഈ രൂപത്തിൽ കുഞ്ഞിനോട് നിരന്തരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഒരു പ്രശ്നം വരുമ്പോ അല്ലെങ്കിൽ ഒരു സന്തോഷം വരുമ്പോ, ബേബി കണ്ടില്ലേ ഞാൻ ഇന്ന സ്ഥലത്തേക്ക് പോവാണ് കേട്ടോ, ഇന്ന് ഇന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടോ. ഉറങ്ങുന്നതിന്റെ മുമ്പ് വയറ്റിലുള്ള കുഞ്ഞിനോട് നിരന്തരം കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ആ കുഞ്ഞ് പെട്ടെന്ന് സംസാരിച്ചു തുടങ്ങും. നിരന്തരം നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് തുടങ്ങുന്ന ഒരു കുഞ്ഞാണോ, ആ കുഞ്ഞ് ജനിച്ച് കുറച്ച് കാലങ്ങൾ കഴിഞ്ഞ് സാധാരണ സംസാരിക്കുന്നതിനേക്കാൾ ഫാസ്റ്റായി ആ കുഞ്ഞ് സംസാരിക്കാൻ തുടങ്ങും. പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാൻ തുടങ്ങും. ഉമ്മയുടെ അതിനുള്ള മാർഗങ്ങളൊക്കെ പറയാം. ഇപ്പൊ ഇതൊക്കെ അറിയാം. പക്ഷെ ഇനിയുള്ള മാർഗങ്ങളാണ് പറയുന്നത് കേട്ടോ. ആഹ് ഒക്കെ നമ്മൾ പറയും. അന്ന് പറഞ്ഞുതരാൻ ആളില്ലായിരുന്നല്ലോ, ഇനിയിപ്പോ എന്താ ചെയ്യാ, കാലം കഴിഞ്ഞു പോയല്ലോ, ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ മക്കളല്ലേ. നമ്മള് മാറാൻ റെഡി ആണെങ്കിൽ ഒരു സംശയവും വേണ്ട, അവര് മാറും. അവരുടെ ലൈഫിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പേഴ്സൺ ആയിട്ട് നമ്മൾ മാറും. നമുക്ക് മാറാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കാരണം എന്താന്ന് വെച്ചാല്, ഇങ്ങനെ ഒരു പാരന്റിംഗ് സെക്ഷൻ ഫ്രീ ആയിട്ട് നൽകുന്നുണ്ടെന്ന് അറിഞ്ഞിട്ടും ഇങ്ങനെ ഒരു സമയം നമ്മൾ കൊടുത്തിട്ട് ഏകദേശം ഒരു നൂറിലധികം ആളുകൾ ഗ്രൂപ്പിലുണ്ട്. പക്ഷേ ഇതാ ഈ ഇരിക്കുന്ന ആളുകൾ ഇപ്പം ഓൺലൈനിലുള്ളത് 11 ആളുകളാണ്. ഇതിൽ ഞാനും എന്റെ കൂടെയുള്ള ഒരാളും കൂടി കുറച്ച് കഴിഞ്ഞാൽ ബാക്കി 9 ആളുകളാണ് നിലവിൽ ഇപ്പോ ഈ ഒരു സെഷൻ കേൾക്കാൻ വേണ്ടി വന്നിട്ടുള്ളത്. സോ അതൊരു വലിയൊരു മാറ്റത്തിന്റെ ഒരു തുടക്കമല്ലേ. നിങ്ങളുടെ മക്കളോട് ഏറ്റവും സ്നേഹത്തോടു കൂടി പെരുമാറണം, അവരെങ്ങനെ നന്നായിട്ട് വളർത്തണം എന്ന് ആഗ്രഹിച്ചു വന്ന ആളുകളല്ലേ. ആ മാറ്റം അവരുടെ ജീവിതത്തിൽ ഉണ്ടാകും. അതൊരു നല്ല തുടക്കമാണ്. ബാക്കിയുള്ള ഞാൻ പറഞ്ഞല്ലോ, നിരന്തരം പാരന്റിങ്ങിനെ കുറിച്ച് നിങ്ങൾ പഠിച്ചുകൊണ്ടേയിരിക്കണം. ചെറിയ ചെറിയ കാര്യങ്ങളാവട്ടെ, വലിയ വലിയ കാര്യങ്ങളായിക്കോട്ടെ, ഒഴിവ് കിട്ടുന്ന സമയത്ത് കുറെ നമ്മൾ ഷോർട്സ് കാണുന്നതിന് പകരം പോഡ്കാസ്റ്റുകൾ ഉണ്ടാകും. പാരന്റിങ് പോഡ്കാസ്റ്റ്, മലയാളം നമുക്ക് ഇംഗ്ലീഷ് മനസ്സിലാവുമെങ്കിൽ അത്തരം ക്ലാസ്സുകൾ നിരന്തരം കേൾക്കുക. ലേറ്റസ്റ്റ് ആയിട്ടുള്ള ക്ലാസ്സുകൾ നിരന്തരം കേൾക്കുക. അതിൽ നമുക്ക് കുറെ പുതിയ കാര്യങ്ങൾ പഠിക്കാനുണ്ടാകും. ആൻഡ് ഞാൻ പറഞ്ഞല്ലോ, ഈ കുഞ്ഞ് ഉണ്ടായി എന്നറിയുമ്പോൾ മാത്രല്ല, കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞ് ആ സമയത്തും നിരന്തരമായി കുഞ്ഞിനോട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. 1-2 വയസ്സുള്ള വേണ്ട, 6 മാസം പ്രായം ആയിട്ടില്ല, 6 ദിവസം പ്രായമായിട്ടുള്ളൂ. പക്ഷെ ആ കുഞ്ഞിനോട് നമ്മൾ നമ്മുടെ ഫീലിങ്സ് എന്താണോ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അത് ആ കുഞ്ഞിന്റെ കണ്ണിൽ നോക്കി നമ്മൾ സംസാരിക്കുകയും ചെയ്യണം. നമ്മൾ ഏകദേശം ഒരു കുഞ്ഞിനെ ഒരു 200 തവണയെങ്കിലും ഒരു ഉമ്മ കുഞ്ഞിനെ ഏറ്റവും ചുരുങ്ങിയത് ടച്ച് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഏറ്റവും അവസാനമായിട്ട് നമ്മുടെ ഏറ്റവും മൂത്ത കുട്ടി, ഒരു 10, 12, 14 വയസ്സുള്ള ഒരു കുട്ടിയെ നമ്മളൊന്ന് ഇങ്ങനെ മാറോട് ചേർത്ത് പിടിച്ചിട്ട് എത്ര കാലമായിട്ടുണ്ടാവും ആലോചിച്ച്. നിങ്ങൾക്ക് അത്ര വലിയ മക്കൾ ഉണ്ടെങ്കിൽ കേട്ടോ. ഇനി അങ്ങനെ ഇല്ല, ഇനി നമ്മുടെ സാധാരണ ഒരു നോർമൽ ലൈഫിൽ നമ്മളെ കുറിച്ച് ആലോചിച്ച് നോക്കുക. നമുക്കൊരു 10, 15 വയസ്സായപ്പോ എത്ര തവണ നമ്മുടെ മാതാപിതാക്കൾ നമ്മളെ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. നമ്മൾ ചെയ്യാറുണ്ട്, ചെയ്യുന്ന ആളുകളുണ്ട്, ചെയ്യാത്ത ആളുകളില്ലേ, കൂടുതലും ചെയ്യാത്ത ആളുകളില്ലേ. നമ്മുടെ മക്കളോട് നമുക്കുള്ള ഒരു കരുതല് എല്ലാവരും കാണിക്കാറില്ല എന്നുള്ളതാണ്. അവർ ആഗ്രഹിക്കുന്നുണ്ടാകൂലേ നമ്മുടെ മക്കള്, എന്റെ ഉമ്മയൊന്ന് എന്നെ ചേർത്ത് പിടിച്ചിരുന്നെങ്കിൽ, എന്റെ ഉപ്പയൊന്ന് എന്നോടൊന്ന് സ്നേഹത്തോടൊന്ന് സംസാരിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, അതൊരു പ്രൗഡ് മൊമെന്റാന്നറിയോ. അതായത് മക്കളെ ടച്ച് ചെയ്യണം. ചെറിയ കുട്ടിയെ മാത്രല്ല, മുതിർന്ന കുട്ടിയെയും. അതായത് ഏറ്റവും ചുരുങ്ങിയത് ഒരെ തലയിൽ ഒന്ന് ഇങ്ങനെ തലോടെങ്കിലും ചെയ്യണം. എന്തൊരു രസാണ്. നമ്മളൊക്കെ യെസ്, നമ്മളൊക്കെ അത് അന്ന് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു, എന്റെ ഒപ്പം ഒന്ന് എന്നെ കെട്ടിപ്പിടിച്ചിരുന്നെങ്കിൽ. എന്റെ ലൈഫിൽ ഞാൻ എപ്പോഴും ഏറ്റവും പ്രൗഡായിട്ട് അല്ലെങ്കിൽ ഭയങ്കര അഭിമാനത്തോടു കൂടി ആലോചിക്കാറുള്ള ഒരു കാര്യമുണ്ട്. അതായത് അതിങ്ങനെയാണ്. എന്റെ വീട്ടിലൊരു ഏഹ്, എന്റെ അയൽവാസിക്ക് കുറച്ച് എന്തോ ഒരു സ്ഥലത്തിന്റെ പ്രശ്നവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ഉപ്പയെ ഒന്ന് കണ്ടു. ഞങ്ങളുടെ മുറ്റത്ത് നിന്ന് കുറഞ്ഞ സ്ഥലം വേണമെന്ന് പറഞ്ഞ് റോഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഞാൻ അന്ന് വീട്ടിലുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു 15 അല്ലെങ്കിൽ ഒരു 14 15 എത്ര വയസ്സായിട്ടുള്ളൂ. എന്റെ ഉപ്പ എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, എടാ അങ്ങനെ മൂപ്പര് വന്നിട്ടുണ്ട്, ഇന്ന കാര്യത്തിന് വേണ്ടി വന്നതാണ്, ഇതിന് സ്ഥലത്തിന് വേണ്ടി ചോദിച്ചിട്ട് വന്നതാണ്.
യുനോ എന്റെ മനസ്സിൽ ഞാൻ മരിക്കുന്ന കാലത്തോളം മൊമെന്റ് ഞാൻ മറക്കൂല. കാരണം ഉപ്പാക്ക് എന്നോട് ചോദിക്കണ്ട, ഞാൻ ഇപ്പൊ ഇനി വേണമെന്ന് പറഞ്ഞാലും വേണ്ടാന്ന് പറഞ്ഞാലും ഉപ്പ അത് കൊടുക്കാതിരിക്കൂല. ബട്ട് എന്നെ പരിഗണിച്ച ആ ഒരു ഒറ്റ വാക്കുണ്ടല്ലോ, ഉപ്പ ചിലപ്പോ ആരെങ്കിലും കൂടെ ഉണ്ടായിക്കോട്ടെ എന്നുള്ള നിലക്ക് വിളിച്ചതാവാം. പക്ഷെ ലൈഫ് ലോങ് ഞാൻ ഏറ്റവും അഭിമാനത്തോടു കൂടി, ഏറ്റവും സന്തോഷത്തോടു കൂടി ആലോചിക്കുന്ന ഒരു മൊമെന്റ് ആണത്. നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കണം. കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിലാവട്ടെ. നമ്മൾ സ്കൂളിലെ ഫീസ് കുട്ടിയുടെ കയ്യിൽ കൊടുക്കുമ്പോൾ ഭദ്രമായിട്ട് കുട്ടിയുടെ കയ്യിൽ കൊടുക്കാൻ വേണ്ടി നമ്മൾ ഏൽപ്പിക്കുക. നമ്മൾ സ്കൂളിൽ കോളേജിൽ അഡ്മിഷന് വേണ്ടി പോകുമ്പോൾ പൈസ 30,000 രൂപയാണ് കൊടുക്കുന്നതെങ്കിൽ 30,000 എണ്ണിയിട്ട് ഓന്റെ കയ്യിൽ കൊടുക്കുക, മകന്റെ കയ്യിൽ കൊടുത്തിട്ട് ഫീസ് അടക്കാനുള്ളതാണ് കേട്ടോ, അത് അവിടെ കൊടുക്കുന്ന അവന്റെ കയ്യിൽ ഏൽപ്പിക്കുമ്പോൾ അവനൊരു ബോധം ഉണ്ടാകും. ഇത് എന്റെ ഉപ്പ രാപ്പകലില്ലാതെ അധ്വാനിച്ച വേർപ്പാണ് ഇത് എന്നുള്ള ബോധം അവനുണ്ടാകും. എന്റെ മകനും 5 വയസ്സായി. ഞാൻ അടുക്കളയിൽ ചിലപ്പോ ഞാൻ എന്റെ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ പാത്രങ്ങൾ കഴുകി വെക്കുന്ന നേരത്ത് ഞാൻ ചിലപ്പോ എന്റെ മോനെ വിളിക്കും. ഞാൻ പാത്രം കഴുകുന്നുണ്ടാവും, ക്ലാസ്സുകളൊക്കെ ഉണ്ടാകും. അപ്പൊ ആ സമയത്ത് എന്റെ മോനെ വിളിക്കുമ്പോൾ എന്ത് തിരക്കിലാണെങ്കിൽ ഓൻ ഓടി വരും. ഞാൻ ഓനോട് പറയും, "ദാ ഈ ഗ്ലാസ് ഒന്ന് അവിടെ വെക്കിട്ടോ, ഇന്ന സ്ഥലത്ത് വെക്കിട്ടോ" എന്ന് പറയുമ്പോൾ ആ സമയത്ത് ഓനത് ഭയങ്കര സന്തോഷമാണ്. റെസ്പോൺസിബിലിറ്റി റെസ്പോൺസിബിലിറ്റീസ് കുഞ്ഞു പ്രായത്തിൽ അവരെ ഏൽപ്പിക്കറിഞ്ഞ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾ ഇന്ന് ചെയ്യേണ്ട ഒരു കാര്യം എന്താ വെച്ചാല്, എന്ത് കാര്യം നിങ്ങൾ ബെഡ് നിങ്ങൾ ഒരുക്കി വെക്കുകയാണ് വേണ്ട, നിങ്ങൾ ഉറങ്ങാൻ പോകുന്നതിന്റെ മുമ്പ് ഏറ്റവും ചുരുങ്ങിയത് ഈ ഒരു കാര്യം ചെയ്യാം. നാളേക്ക് അവന് സ്കൂളിലേക്ക് പോകാനുള്ള ബാഗ്, അയാൾക്കുള്ള യൂണിഫോം, അതേപോലെ വാട്ടർ ബോട്ടിൽ കാര്യങ്ങള്, പെൻസില്, കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാവട്ടെ, എന്തൊക്കെയാണോ ടൈം ടേബിൾ നോക്കി പുസ്തകങ്ങൾ എടുത്ത് വെക്കാനുള്ളത്, ചെറിയ മക്കളാണെങ്കിൽ അവരോട് ചെയ്യുക, വലിയ മക്കളാണെങ്കിൽ അവരോട് ചെയ്യുക. ഉറങ്ങാൻ പോകുന്നതിന്റെ മുമ്പ് ഈ കാര്യം ചെയ്യട്ടോ എന്ന് പറയാം. ആദ്യത്തെ ദിവസങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടി വരും. രണ്ടാമത്തെ ദിവസം നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും? ആദ്യത്തെ ദിവസം ചെയ്തു കൊടുക്കേണ്ടി വരും. രണ്ടാമത്തെ ദിവസം നിങ്ങൾ ഒന്ന് ഓർമ്മപ്പെടുത്തേണ്ടി വരും. മൂന്നാമത്തെ ദിവസം ആകുമ്പോഴേക്കും അയാൾ അത് ഓട്ടോമാറ്റിക്കലി ചെയ്തു തുടങ്ങും. കുട്ടികൾക്ക് ഒരു റെസ്പോൺസിബിലിറ്റി കിട്ടുക പറഞ്ഞ വലിയ സന്തോഷമുള്ള കാര്യമാണ്. ഞാൻ പറഞ്ഞു വന്നതിലേക്ക് തന്നെ മടങ്ങി വരാം ട്ടോ. അതായത് കുട്ടിയെ ടച്ച് ചെയ്യണം. അയാളുടെ തലയിൽ ഒന്ന് സ്പർശിക്കുകയെങ്കിലും ചെയ്യണം. അത് കുഞ്ഞുങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്റെ ഉപ്പ എന്നെ ഇങ്ങനെ ചേർത്ത് പിടിക്കുക പറഞ്ഞാൽ എനിക്ക് എന്തൊരു സന്തോഷാന്നറിയോ. ഞാൻ എന്റെ കുട്ടി ഞാൻ ഇങ്ങനെ കൈ ഇങ്ങനെ കാണിച്ചു കൊടുത്താൽ മതി, അവൻ ഓടി വന്ന് എന്നെ കെട്ടിപ്പിടിക്കും. അവനക്കറിയാം ഞാൻ ഈ കൈ നീട്ടുന്നത് അവനെ കെട്ടിപ്പിടിക്കാനാണ്. അവനത് ഏറ്റവും ഇഷ്ടമുള്ള ഒരു രൂപമാണ്. അവന് കെട്ടിപ്പിടിക്കുന്ന, ഞാൻ ഒരിക്കലും അവനെ കെട്ടിപ്പിടിച്ചപ്പോ എന്റെ ഇടത് കൈ അവന്റെ ഇടത് കക്ഷത്തിലൂടെ ഇങ്ങനെ ഇട്ടിട്ട് മേലെ കൂടെ അവന്റെ ഷോൾഡറിലൂടെ വലത് കൈ ഇട്ടിട്ട് അവനെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചപ്പോ അവൻ പിന്നെ എപ്പോ എന്നെ കെട്ടിപ്പിടിക്കുകയാണെങ്കിൽ ആ രൂപത്തിൽ കെട്ടിപ്പിടിക്കാൻ ശ്രമിക്കും. അവനത് ഭയങ്കര ഇഷ്ടമാണ്. ഉപ്പ അല്ലെങ്കിൽ അച്ഛൻ അല്ലെങ്കിൽ അമ്മ കുഞ്ഞിനെ ഒന്ന് ചേർത്ത് പിടിക്കുക എന്നുള്ളത് കുട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതായത് എനിക്ക് നിന്നെ ഇഷ്ടമാണ് ട്ടോ എന്ന് കുട്ടിയെ നിരന്തരം നമ്മൾ ബോധ്യപ്പെടുത്തിക്കൊണ്ടേയിരിക്കണം. കാലം മാറിക്കൊണ്ടിരിക്കുകയാണ്. പല ഘട്ടങ്ങളിലും കുട്ടിക്ക് തോന്നിക്കൊണ്ടിരിക്കും, എന്റെ ഉമ്മാക്ക് എന്നോട് ഭയങ്കര ദേഷ്യമാണ്, എന്ത് കാര്യം ഞാൻ ചോദിക്കുമ്പോഴും ഷൗട്ട് ചെയ്യാണ്. എന്ന് വെച്ച് നോക്കി, നമ്മള് നമ്മൾ നമ്മുടെ കുട്ടിയോട് പെരുമാറുന്നത് എങ്ങനെയാ. ഇപ്പോ ഒരു ഉദാഹരണം പറയാം. 5 മണിക്ക് സ്കൂൾ വിട്ട് വരേണ്ട കുട്ടിയെ കാണാനില്ല. 5 മണി കഴിഞ്ഞു, 6 മണി കഴിഞ്ഞു. ഈ 6:30 ആയപ്പോഴേക്കും നമ്മുടെ മനസ്സിൽ പേടി തുടങ്ങി. ആ പേടി ഇങ്ങനെ കൂടി 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 വരാൻ തുടങ്ങി. 8 മണിയായിട്ട് നമ്മൾ ആളുകളൊക്കെ കൂടി നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് കുട്ടി കണ്ടിരുന്നു ഏതൊരു റൂമിൽ നിന്ന് എണീറ്റ് വരുന്നു. എന്നിട്ട് നമ്മളോട് പറയാണ്, ഞാൻ അവിടെ ഒളിച്ചിരിക്കുകയായിരുന്നു, നിങ്ങൾ തിരയുന്നത് ഞാൻ കാണുന്നുണ്ടായിരുന്നു എന്ന് പറയാമെന്ന് വിചാരിച്ചോളി. നമ്മുടെ ആദ്യത്തെ പ്രതികരണം എന്തായിരിക്കും? അതുവരെ കുട്ടിയെ കാണാത്തതിലുള്ള സങ്കടം, ആ ഭയം ഒക്കെ കൂടി ദേഷ്യമായിട്ട് നമ്മൾ ആ കുട്ടിയോട് തീർക്കും. കുഞ്ഞിനൊന്ന് കിട്ടിയാ മതിയായിരുന്നു എന്ന് ആലോചിച്ച് നമ്മൾ അതൊക്കെ മറന്നു. ആ ഒരൊറ്റ മൊമെന്റില് ആ കുട്ടിക്ക് ഏറ്റവും ഭയപ്പെടുത്തുന്ന ഒരാളായിട്ട് നമ്മൾ മാറിക്കഴിഞ്ഞു. ഒന്ന് ആലോചിച്ച് നോക്കിയൊക്കെ. ഈ ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ എന്റെ സെഷൻ വൈൻഡപ്പ് ചെയ്യാട്ടോ ഇന്നത്തത്. നിങ്ങളുടെ സമ്മതം ആവശ്യമില്ലാത്ത ഒരു കാലം ആ കുഞ്ഞിന് വരും. നിങ്ങളോട് ഒരു കാര്യവും ചോദിക്കാതെ സ്വന്തമായി എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഒരു മൊമെന്റിലേക്ക് ആ കുഞ്ഞെത്തും. അമ്മ ഞാനൊന്ന് കളിക്കാൻ പോയിക്കോട്ടെ എന്ന് ആ കുഞ്ഞ് നിങ്ങളോട് ചോദിക്കാതെയാകും. അയാളുടെ വികൃതികൾ ഇല്ലാതെയാകും. അയാളൊന്ന് എന്റെ പുറത്തൊന്ന് ചാടി കയറിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന ഒരു മൊമെന്റ് വരും. ഏതൊരു കാര്യത്തിലും ദേഷ്യപ്പെട്ട് മാത്രം ശീലമുള്ള നമ്മളോട് അയാള് പിന്നൊരു കാര്യവും പറയാതെയാകും. ആ കുട്ടിത്തം അവസാനിക്കും. സ്കൂൾ വിട്ട് വരുമ്പോ അമ്മ അമ്മ എന്ന് വിളിച്ചു വരുന്ന ആ വിളി ഇല്ലാതെയാകും. പതിയെ പതിയെ അയാൾ നമ്മളോട് സംസാരിക്കാത്തൊരു സമയം വരും.
ആലോചിച്ച് നോക്കിയിട്ട് നമുക്ക് സങ്കല്പിക്കാൻ കഴിയും നമ്മുടെ മക്കള് നമ്മളോട് മിണ്ടാതിരിക്കുക എന്നുള്ളത്. ആ ഒരു മൊമെന്റിലേക്ക് നമ്മുടെ മക്കളെ നമ്മൾ എത്തിക്കാതിരിക്കുക. ഷൗട്ട് ചെയ്യുക. കുട്ടികളുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും തെറ്റ് സംഭവിച്ചാലും നമ്മൾ ഷൗട്ട് ചെയ്യും. ഓരെന്തെങ്കിലും കാര്യം ശരിയായി ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഷൗട്ട് ചെയ്യും. തെറ്റ് പറ്റിയാൽ നമ്മൾ ചീത്ത അറിയാം. ഒരു കാര്യം ശരിയായി ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചീത്ത പറയാം. നമ്മുടെ ഭാഷ തന്നെ അതായി മാറിപ്പോയി. ആ കുഞ്ഞിന്റെ ഏറ്റവും മനോഹരമായിട്ടുള്ള ദിവസങ്ങൾ നമ്മൾ അങ്ങനെ ഇല്ലാണ്ടാക്കി പോവല്ലേ. ക്രൂരതയല്ലേ നമ്മൾ അവരോട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ മൊമെന്റിലും ദേഷ്യം വരുന്ന നേരത്ത് ജസ്റ്റ് പോസ്. നിങ്ങൾക്ക് പറയാൻ എന്തൊക്കെയോ ഉണ്ട് എന്നറിയാം. ദേഷ്യം പിടിക്കാനുള്ള എല്ലാ കാര്യങ്ങളും അവിടെയുണ്ട്. അയാളെ തല്ലാനുള്ള എല്ലാ കാര്യങ്ങളും അയാൾ അവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. എങ്കിൽ പോലും ബിഫോർ യു റിയാക്ട് ജസ്റ്റ് പോസ്. ഒന്ന് നിൽക്കുക. ഒരു 2 സെക്കൻഡ് ഒന്ന് ആലോചിക്കുക. ഞാൻ എന്താണ് പറയാൻ പോണത്? ഞാൻ എന്താ ചെയ്യാൻ പോണത്? ഞാൻ പറയുന്ന വാക്ക് എനിക്ക് പിന്നീട് തിരിച്ചെടുക്കാൻ പറ്റുന്ന വാക്കാണോ എന്ന് ആലോചിച്ചിട്ട് പറയണം. അന്നെ കൊണ്ട് എടങ്ങേറല്ലാതെ എനിക്ക് ഉണ്ടായിട്ടില്ല എന്ന് അറിയാതെ പോലും മക്കളെ മുന്നെന്നാവട്ടെ, മക്കളോട് നേരിട്ടാവട്ടെ, വേറൊരാളോടാവട്ടെ പറഞ്ഞു പോകരുത്. കാരണം അത് ആ കുഞ്ഞിനോട് നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതയാണ്. നിങ്ങൾ പറയുന്ന ഓരോ വാക്കും ഉണ്ടല്ലോ, അത് കുഞ്ഞ് കേൾക്കുന്നില്ല എന്നൊക്കെ നമ്മൾ വിചാരിച്ചാലും ശരി, പറയുന്ന ചെയ്യുന്ന ഓരോ വാക്കും ആ കുഞ്ഞിനെ കുറിച്ചുള്ളതാണെങ്കിൽ അത് ആ കുഞ്ഞിന്റെ നെഞ്ചിൽ ചെന്ന് തറക്കും. 7 വയസ്സ് വരെ കുട്ടിക്ക് കോൺഷ്യസ് മൈൻഡ് ഇല്ല, സബ് കോൺഷ്യസ് മൈൻഡ് ഉള്ളത്. ദ പവർ ഓഫ് സബ് കോൺഷ്യസ് മൈൻഡ് എന്നിട്ട് ഒരു സാധനം ഉണ്ട്. അത് അറിയില്ലെങ്കിൽ യൂട്യൂബിലൊന്ന് പോയി നോക്കണം എന്താണ് സബ് കോൺഷ്യസ് മൈൻഡ് എന്നുള്ളത്. ആ കുഞ്ഞ് ആരായി തീരണം എന്നുള്ളതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്നുള്ളത് അവന്റെ സബ് കോൺഷ്യസ് മൈൻഡാണ്. 7 വയസ്സ് വരെ കുട്ടിക്ക് സബ് കോൺഷ്യസ് മൈൻഡേ ഉള്ളൂ. ഓൻ ഒന്നും ബോധപൂർവം ചെയ്യുന്ന കാര്യമല്ല. അവന് അവന്റെ ചുറ്റുപാടിൽ നിന്ന് കിട്ടിയിട്ടുള്ള അറിവുകളെ മുഴുവൻ ശേഖരിച്ച് അവന്റെ സബ് കോൺഷ്യസ് മൈൻഡിൽ നിന്ന് കിട്ടിയ അറിവുകൊണ്ടാണ് അവൻ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പറയുന്ന ഓരോ വാക്കും അപ്പോ നമ്മൾ വിചാരിക്കും അത് പറഞ്ഞ് 2-ാമത്തെ വയസ്സിലല്ലേ ഞാൻ പറഞ്ഞു, ഇപ്പൊ മറന്നു പോയിട്ടുണ്ടാകും. ഒരിക്കലുമില്ല. നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് അത്രയും പവറാണ്. അത് അവിടെ മനസ്സിലുണ്ട്. ഏതെങ്കിലും ഒരു മൊമെന്റില് അത് അവന്റെ ലൈഫിലുള്ള ലൈഫ് ലോങ് അത് അവനെ വേട്ടയാടിക്കൊണ്ടേയിരിക്കും. നമ്മൾ പറഞ്ഞ ഒരു വാക്കാണെങ്കിൽ പോലും, നമ്മളുടെ ഒരു നോട്ടമാണെങ്കിൽ പോലും, നമ്മുടെ ഒരു ആളുകളുടെ മുന്നിൽ നമ്മൾ അവനൊന്ന് ഇൻസൾട്ട് ചെയ്തത് പോലും അത് അവന്റെ മനസ്സിലുണ്ടാകും. ഞാൻ ഒന്നിനും കൊള്ളാത്തവനാണ് എന്നുള്ള ചിന്ത അവന്റെ മനസ്സിലുണ്ടാകും. ഇപ്പൊ നമ്മളൊക്കെ പാരന്റ്സ് ആയി തീർന്നല്ലോ. ഈ പാരന്റ്സ് ആയ നമ്മുടെ മനസ്സിൽ ചില കാര്യങ്ങളിലൊക്കെ നമ്മുടെ കുട്ടിക്കാലത്തുണ്ടായ അനുഭവങ്ങൾ ഓർമ്മയില്ലേ? അബ്യൂസുകൾ നമ്മൾ നേരിട്ടിട്ടില്ലേ? ഉമ്മയുടെ വാക്ക്, ഉപ്പയുടെ വാക്ക്, ടീച്ചറുടെ വാക്കുകൾ എത്രത്തോളം നമ്മളെ പിറകോട്ട് വലിച്ചിട്ടുണ്ട്. അതേ വാക്കുകളല്ലേ നമ്മൾ നമ്മളെ മക്കളോടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കുട്ടിക്കാലം അവർക്ക് നൽകാതിരിക്കുക. ഏറ്റവും സന്തോഷമായ കുട്ടിക്കാലമായിരുന്നുവെങ്കിൽ അത് അവർക്ക് പകർന്നു നൽകാൻ വേണ്ടി ശ്രമിക്കുക. ഏറ്റവും നല്ലൊരു സ്നേഹമുള്ള ഒരു അമ്മയും അച്ഛനുമായിട്ട് അവർക്ക് മാറുക. അമ്മ എന്ന് കേൾക്കുമ്പോൾ പേടിയോടുകൂടി ഓർക്കുന്ന ആളായി നമ്മൾ മാറാതിരിക്കുക. ഉമ്മ എന്ന് കേൾക്കുമ്പോൾ അതെന്റെ സ്നേഹമാണ്, അതെന്റെ ആശ്വാസമാണ്, എനിക്ക് ഏത് സമയത്തും സമാധാനത്തോടു കൂടി കയറി ചെല്ലാൻ പറ്റുന്നൊരിടമാണ് എന്ന് നിങ്ങളുടെ കുട്ടിക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ മാത്രമേ ഒരു നല്ല മനുഷ്യൻ പോലും നിങ്ങളാവുള്ളൂ. അങ്ങനെ ഒരു സ്നേഹത്തിന്റെ ഒരു പറുദീസയാവാൻ, നിങ്ങളുടെ മക്കളുടെ സ്നേഹത്തിന്റെ ഒരു മഹാലോകം തീർക്കാൻ നിങ്ങൾക്കൊക്കെ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ സെഷൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇതിന്റെ ശേഷം നമുക്ക് കുറെ കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ട്. വരും ദിവസങ്ങൾ നമുക്ക് അതും കൂടി ചർച്ച ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു. ഹാവ് എ നൈസ് ഡേ. ഇനി ഇന്നത്തെ എന്റെ സെഷൻ ഞാൻ വൈൻഡപ്പ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാനുള്ള സമയമാണ്. പറഞ്ഞത് എന്തെങ്കിലുമൊക്കെ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ അറിയിക്കുക. ഓക്കെ. സർ ഉണ്ടോ? ഹലോ സർ, 2 കാര്യങ്ങളാണ് അടിപൊളിയായിട്ടുണ്ട് എന്ന് പറയാനുള്ള 2 കാര്യങ്ങളാണ്. വൺ തിങ് എന്താന്ന് വെച്ചാൽ, ആസ് എ മദർ, ഓക്കെ, ആസ് എ മദർ ഐ ഹാവ് എ ബ്ലെസ്ഡ് മദർ. ഓക്കെ, എൻ്റെ സ്നേഹമാണ് എൻ്റെ അമ്മ. ഇപ്പോഴും ഒരു ചെറിയ കാര്യമുണ്ട്, എനിക്കൊരു ഹാപ്പിനെസ് ഉണ്ട്, എനിക്കൊരു ദിക്കുണ്ട്, ഷീ ഈസ് മൈ ബെസ്റ്റ് ഫ്രണ്ട്. ഐ ഡോണ്ട് ഹാവ് എ സീക്രട്ട് അബവ് ഹർ, ബിലോ ഹർ. I talk everything on the planet above her, below her. So ഈ ഒരു സെഷൻ കേട്ടപ്പോൾ എനിക്കത് ബ്ലെസ്ഡ് ആയിട്ട് ഫീൽ ചെയ്തു.
പിന്നെ അങ്ങനെ എനിക്ക് ആര്യൻക്ക് വേണ്ടിയിട്ട് ഒരിക്കലും ആവാൻ പറ്റിയിട്ടില്ല കേട്ടോ. എന്റെ മോന് വേണ്ടിയിട്ട് അതാവാൻ എനിക്ക് പറ്റിയിട്ടില്ല. സാറ് പറഞ്ഞ ഒരു കോൺസെപ്റ്റ് പോലെ തൊട്ടടുത്ത വീട്ടില് ഓക്കെ അവനക്ക് അങ്ങനെ ഒരാളുണ്ടെങ്കിൽ അവൻ പിന്നെയും നമ്മുടെ കൂടെ നിൽക്കുമെന്ന് ചോദിച്ചൊരു ചോദ്യമില്ലേ? ഈ ഒരു ചോദ്യം ഞാൻ പറയാണ്. ഇവിടെ ഒരു പാട്ട് മാഷുണ്ട്. എനിക്ക് അവനെ ഇപ്പൊ ഞാൻ ഇവിടുന്ന് എടുത്ത് ഇങ്ങോട്ട് വന്നപ്പോ തൊട്ട് അവൻ ഇപ്പോഴും മാരീഡ് അല്ല. അവിടെ നമ്മുടെ അവന്റെ വല്യമ്മയുടെ വീട്ടിൽ താമസിക്കുന്നതാ ആ കൊച്ച്. ഇടയ്ക്ക് വരും പോവും അങ്ങനെ താമസിക്കുന്നതാ. അവരുടെ ഫസ്റ്റ് കസിൻ ആണ് ഈ പാട്ട് മാഷ്. അപ്പൊ ഈ കൊച്ചിനില്ലേ അവൻ എന്നോട് പറയാ എന്നേലും കൂടുതൽ സ്നേഹം പാട്ടുമാഷിനോടാണ്. പാട്ടുമാഷിന്റെ കൂടെ പോവാൻ പറ്റില്ല. അത് എനിക്ക് അന്ന് അത് ഭയങ്കര ദുഃഖമായിട്ട് ഫീൽ ചെയ്തു. ഇപ്പൊ സാറ് പറഞ്ഞ പോലെ തന്നെ ഇറ്റ് വാസ് റിയൽ പെയിൻ. ബിക്കോസ് എന്റെ 40-ൽ ഞാൻ എന്റെ അമ്മേനെ ആശ്രയിക്കുന്നു, അവന്റെ 10-ൽ അവനക്ക് എന്നെ വേണ്ട. സോ ദർ ഇസ് എ ഹ്യൂജ് ഡിഫറൻസ് ഇൻ പേരന്റിങ് എന്ന് തോന്നുന്നു. ഇപ്പൊ സെഷൻ കേട്ടപ്പോ എനിക്ക് കുറെ മിസ്റ്റേക്സ് എന്റെ ഉണ്ട് എന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നു. വാട്ട് ഈസ് മൈ മദർ ആൻഡ് വാട്ട് ഐ ആം എന്ന് വെച്ചാൽ എനിക്ക് എന്റെ അമ്മയെ പോലെ ആവണ്ട എന്നുള്ളൊരു കോൺസെപ്റ്റിൽ ജീവിക്കുന്ന ആളാ ഞാൻ. ഷീസ് നോട്ട് ഇൻഡിപെൻഡന്റ്, ഷീസ് കംപ്ലീറ്റ്ലി ഡിപ്പെൻഡന്റ്. അങ്ങനെ കുറെ കാര്യങ്ങളുണ്ടല്ലോ. ഷീസ് വെരി പാവം, വെരി കൈൻഡ് ഓഫ് തിങ്. അപ്പൊ എനിക്കൊരു സാധനം ഉണ്ട്, നോ ഐ നെവർ ഹാവ് ടു ബി ലൈക്ക് മൈ മദർ, ഷീസ് ഫേസ്ഡ് ഇനഫ്. ആ ഒരു സാധനം ഉണ്ടല്ലോ, അത് കുറെ കൂടിപ്പോയെന്ന് തോന്നുന്നു ഇപ്പൊ ഈ സെഷൻ കേട്ടപ്പോ. somewhere so many things are so helpful to realize who we are as a person. So thank you so much. Keep continue doing these sessions. I would love to attend whenever I'm free. Thank you. ഇത് ഇമോഷണൽ തിങ് ആയതുകൊണ്ട് മലയാളത്തിൽ അങ്ങ് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ്. താങ്ക് യു സോ മച്ച് സർ. നോ താങ്ക് യു. ഇഷ്യൂസ്. ആ പറയുന്നതൊക്കെ ശരിക്കും ഹൃദയം കൊണ്ട് തന്നെ കേൾക്കാനും പറ്റുന്നുണ്ട്. പതിയെ പതിയെ ഒക്കെ ശരിയാകും. നമ്മുടെ കുട്ടിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു അമ്മയാവാൻ നിങ്ങളെ കൊണ്ട് പറ്റും. സെഷൻസ് ഇൻഷാല്ലാ എന്തായാലും വരുന്ന പറ്റട്ടെ. സെഷൻസ് ഒക്കെ അറ്റൻഡ് ചെയ്യുക. കുറെ കാര്യങ്ങൾ, കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ചെയ്താൽ മതി, വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടാവും. Yes, yes. ഓക്കെ, Thank you. എന്തായാലും താങ്ക് യു ഫോർ യുവർ ഫീഡ്ബാക്ക്. ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു സോ മച്ച്. ഞങ്ങൾക്ക് നല്ലൊരു പാരന്റിങ് സെഷൻ തന്നെ. കാരണം എല്ലാവർക്കും ആവശ്യമാണ്. നമുക്കൊക്കെ അറിയാം നല്ല തെറ്റുകാരാണ്, എന്തൊക്കെയോ മിസ്റ്റേക്ക് ഉണ്ട്, പക്ഷെ റിക്കവർ ചെയ്യാൻ പറ്റണില്ല. നമ്മളിങ്ങനെ ചിന്തിക്കും എന്താണ് ഇത്, ഇങ്ങനെ ഞായാ പോരാ. പക്ഷെ ഓൺ ദ സ്പോട്ട് നമ്മൾ മാറും. ഈ ഓന്തിന്റെ മാതിരിയാ, നിറം മാറും, നല്ലതാന്ന് ചിന്തിക്കും, അപ്പൊ തന്നെ മാറും ചെയ്യും. അപ്പൊ ഇതിൽ നിന്ന് ഒരു മാറ്റം എങ്ങനെ വരണം എന്നുള്ള രീതിയിൽ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു പാരന്റിങ് സെഷൻ. പക്ഷെ എനിക്ക് തോന്നുന്നു ഇതുവരെയുള്ള ക്ലാസ്സുകളിൽ അതിൽ എത്രയോ ബെസ്റ്റ് ആയിരുന്നു എന്നാണ്. എന്താ വെച്ചാൽ മറ്റേതൊക്കെ നമ്മൾ അവിടെയും ഇവിടെയും കേട്ട് ഇതും കേട്ടിട്ടുണ്ടെങ്കിൽ പോലും ടച്ചിങ് ആയിരുന്നു. നമ്മളെങ്ങനെ പഴയ കാലത്തേക്ക് ഒന്ന് ചിന്തിപ്പിച്ചു. നമ്മളെ മിസ്റ്റേക്ക് തന്നെയാണ് മക്കളുടെ സ്വഭാവ രൂപീകരണം എന്നുള്ളത് നമ്മളൊന്ന് ഓർമ്മിപ്പിച്ചു. അറിയാമെങ്കിൽ പോലും ഓർമ്മിപ്പിച്ചു. ഇനി അത് തെറ്റാണ്, അത് തിരുത്തണം എന്നുള്ള രീതിയിൽ. അൽഹംദുലില്ലാ ഇതൊക്കെ നമുക്ക് കിട്ടേണ്ടതാണ്. സാറ് പറഞ്ഞ പോലെ 100 പേരിൽ ഒരു 9 പേരാണ് വന്നെങ്കിൽ അത് അവർക്ക് കിട്ടേണ്ടതാണ്. എല്ലാവർക്കും അത് കിട്ടില്ലല്ലോ. തീർച്ചയായും. അതെ താങ്ക് അതെ. യു സോ മച്ച്. ഓക്കെ, താങ്ക് യു. ഓ, അൽഹംദുലില്ലാ, സന്തോഷം. ഞാന് എന്റെ മോനെ ഇതുപോലെ തന്നെ എനിക്കറിയാം അത് എന്തൊരു മിസ്റ്റേക്ക് എനിക്കുണ്ടെന്ന്. ഞാൻ അറിഞ്ഞുകൊണ്ട് തന്നെ ഞാനൊരു കോഴ്സിനാണ് ജോയിൻ ചെയ്യിപ്പിച്ചു. അപ്പം അതിൽ എനിക്ക് യെസ്റ്റർഡേ ഒരു മെഡിറ്റേഷൻ ഉണ്ടായിരുന്നു. ആ ആ മെഡിറ്റേഷൻ എന്ന് പറയുന്ന സമയത്ത് ഇതായിരുന്നു അതിന്റെ ടോപ്പിക്. ഫ്രം പ്രഗ്നൻസി ടു 15 ഇയേഴ്സ് വരെ നമ്മളതെങ്ങനെ വിഷ്വലൈസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളെ കൊണ്ട് അത് ചിന്തിപ്പിച്ചു, കരയിപ്പിച്ചു. എന്താണ് മിസ്റ്റേക്ക് ഇതൊക്കെ കഴിഞ്ഞും കഴിഞ്ഞ് അതിനെ ഫുള്ള് അങ്ങോട്ട് ബ്ലാങ്ക് ആക്കി. ഫുള്ള് ഇനി മുതല് ഇവിടുന്ന് മുതൽ തുടങ്ങാന്നുള്ള രീതിയിലാക്കി. അതുകൊണ്ട് അത് കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് ഈ പാരന്റിങ് ഇത് കിട്ടുന്നത്, ഈ സെഷൻ കിട്ടുന്നത്. അപ്പൊ പഠിച്ചോൻ എന്തോ ഒരു റിലേഷൻ ഇതിലൊക്കെ കൊണ്ടുവരുന്നുണ്ട് എന്നുള്ളത് എനിക്ക് മനസ്സിലായി. ഓക്കെ, മാഷാ അല്ലാ. സന്തോഷം. അഭിപ്രായങ്ങൾ അറിയിച്ചതിൽ വലിയ സന്തോഷം. എന്തായാലും ഒരു നല്ല മാറ്റത്തിന് തുടക്കമാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഇനി ആരെങ്കിലും ഉണ്ടോ അഭിപ്രായങ്ങള്? ജസ്ന, മുബ്സി, റാഷിദ, ഫൈസൽ എന്ന് മെസ്സേജ് അയച്ചിരുന്നു. എന്തായാലും റുമാന ആൻഡ് സിൽമി, പിന്നെ ഒരു റിയൽമി ആറും കാണുന്നുണ്ട്. ആർക്കെങ്കിലും എന്തെങ്കിലും അഭിപ്രായങ്ങളോ ഇനി അതെല്ലാം സംശയങ്ങളാണെങ്കിൽ, ഇനി കുറവുകളാണെങ്കിൽ അതും പറയാം കേട്ടോ.
എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അറിയിക്കുക. ഓക്കെ ഓക്കെ ഓക്കെ, നോ പ്രോബ്ലം, കുഴപ്പമില്ല, ഇൻഷാ അള്ളാ. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സെഷൻ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു. താങ്ക് യു. വേറെ മുബ്സി, അഷിത, ഫൈസൽ ഒന്നും പറയാനില്ല? ഇല്ലാന്നുണ്ടെങ്കിൽ ഓക്കെ, നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. എന്തായാലും കേട്ടിരുന്നതിന് എല്ലാവർക്കും ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. നമ്മുടെ പ്രോഗ്രാമുമായിട്ട്, നമ്മുടെ ഈ സെഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള പോസ്റ്ററുകൾ, മെസ്സേജുകൾ പറ്റുകയാണെങ്കിൽ നിങ്ങളുടെ ബന്ധപ്പെട്ട ആളുകൾക്കും കൂടി നിങ്ങൾ അയച്ചു കൊടുക്കുക. അവർക്കും കൂടി അത് കേൾക്കാൻ കാരണമാവട്ടെ. നിങ്ങൾ കാരണം ഒരാൾക്കും കൂടി അത് കേൾക്കാൻ പറ്റിയാൽ ഇനിയുള്ള ക്ലാസ്സുകൾ വളരെ പ്രധാനപ്പെട്ട നമ്മുടെ കാര്യങ്ങൾക്ക് ഉൾക്കൊള്ളിച്ചിട്ടുള്ള, കുട്ടികളുടെ പാരന്റുമായി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് ഉൾക്കൊള്ളിച്ചിട്ടുള്ള ക്ലാസ്സുകളായിരിക്കും. പറ്റുന്ന ആളുകളിലേക്കൊക്കെ നിങ്ങൾ അയച്ചു കൊടുക്കുക കേട്ടോ. ഇൻഷാ അല്ലാ. എനിവേ, ബൈ, താങ്ക് യു, ഹാവ് എ നൈസ് ഡേ, ഗുഡ് നൈറ്റ്.